അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളുടെ ശബ്ദം ഉയർത്തി വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. Yes. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ഒരു നിമിഷം കണ്ണടയ്ക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കാൻ തന്ന വലിയ അവസരമായി സ്തോത്രം. പരിശുദ്ധാത്മാവി പകൽ ഞങ്ങളോട് സംസാരിക്കണം. നമ്മുടെ ശക്തി ഞങ്ങളുടെ മധ്യ വ്യാപരിക്കണം. അവിടുത്തെ കരം ഞങ്ങളെ തൊടുന്ന പകലായി മാറണം. ദൈവീയ വിടുതലുകൾ ഞങ്ങളുടെ ശരീരത്തിലും ആത്മാവിലും ഒരുപോലെ അനുഭവിച്ചറിയട്ടെ. പ്രാർത്ഥന കേട്ടാൽ നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കൈ ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം ചെയ്യാം. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം ആക്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നൊരു പേരുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുടെ പുസ്തകമാണ് അപ്പോസ്തലപ്രവൃത്തി. സാധാരണക്കാരായ ചില വ്യക്തികളിൽ ദൈവാത്മാവ് വ്യാപരിച്ചപ്പോൾ അവർ ചെയ്ത അസാധാരണമായ പ്രവൃത്തിയുടെ പുസ്തകമാണ് അപ്പോസ്തലപ്രവൃത്തി. നിങ്ങൾ സാധാരണക്കാരായിരിക്കാം, പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വ്യാപരിക്കുമ്പോൾ നിങ്ങൾ അസാധാരണ വ്യക്തിയായി മാറും. സുവിശേഷങ്ങൾ അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും മുമ്പുള്ള ചരിത്രമാണെങ്കിൽ, അപ്പോസ്തലപ്രവൃത്തി അപ്പോസ്തലന്മാർ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷമുള്ള ചരിത്രമാണ്. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവനും പ്രാപിക്കാൻ നമ്മൾ വലിയ വ്യത്യാസമുണ്ട്. വലിയ വ്യത്യാസം ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും മുമ്പുള്ള ചരിത്രമാണ് സുവിശേഷത്തിൽ. അവർ സ്വന്തം പ്രാണനെ സ്നേഹിച്ചു. എന്നാൽ ആത്മാഭിഷേകം പ്രാപിച്ചവർ സ്വന്തം പ്രാണനേക്കാൾ യേശുവിനെ സ്നേഹിച്ചു. സുവിശേഷങ്ങളിൽ പത്രോസ് ഉൾപ്പെടെ എടുത്തിയാട്ടക്കാരനായിരുന്നു. എന്നാൽ ആത്മാഭിഷേകം പ്രാപിച്ചുകൂടി അവൻ ശാന്തനായി മാറി. ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തിക്ക് മുമ്പ് സുവിശേഷത്തിൽ അവർ ധൈര്യഹീനരായിരുന്നു. ഒരു തൂപ്പുകാരിയുടെ മുമ്പിൽ പോലും എൻ്റെ കണ്ണാണ്, എൻ്റെ മൂക്കാണ്, എൻ്റെ നാക്കാണ്, ഞാൻ അവനെ അറിയുന്നില്ലെന്ന് പത്രോസ് തള്ളി പറഞ്ഞു. എന്നാൽ അഭിഷേകം പ്രാപിച്ച അവർ ധൈര്യശാലികളായി. നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചത്. അഭിഷേകം പ്രാപിക്കും മുമ്പ് കൊല്ലുന്ന ശുശ്രൂഷയായിരുന്നു, വാളെടുത്ത് വെട്ടുന്ന ശുശ്രൂഷയായിരുന്നു. എന്നാൽ അഭിഷേകം പ്രാപിച്ച ശേഷം ജീവിപ്പിക്കുന്ന ശുശ്രൂഷയായി മാറി. ഒറ്റ പ്രസംഗത്തിൽ 3000 പേര്. അഭിഷേകം പ്രാപിക്കും മുമ്പ് ഒളിച്ചിരിക്കുന്നവരായിരുന്നു, പാത്തിരിക്കുന്നവരായിരുന്നു, മറഞ്ഞിരിക്കുന്നവരായിരുന്നു. ഇത് തന്നെ പ്രസംഗിക്കാനുണ്ട്, പക്ഷെ ഞാൻ ഒന്ന് ഇൻട്രഷൻ പറഞ്ഞേ ഉള്ളൂ. അഭിഷേകം പ്രാപിച്ച ശേഷം പരസ്യമായി കർത്താവിനെ സാക്ഷിക്കുന്നവരായിരുന്നു. അഭിഷേകം പ്രാപിക്കും മുമ്പ് എന്ത് പറഞ്ഞാലും ഒരു കണക്ക് പറയുമായിരുന്നു. ഫിലിപ്പോസ് പെട്ടെന്ന് കണക്ക് കൂട്ടി പറയും, ഇത്രയും പേർക്ക് കൊടുക്കാൻ ഇത്രയും പണം വേണമെന്ന്. എന്നാൽ അഭിഷേകം പ്രാപിച്ച ശേഷം ഈ കണക്ക് പറച്ചിൽ മാറി കണക്കിലധികം വിശ്വാസമുള്ളവരായി മാറി. പ്രൈസ് ലോർഡ്. അഭിഷേകം പ്രാപിക്കും മുമ്പ് ഇവിടെ എനിക്ക് എന്ത് കിട്ടുമെന്നായിരുന്നു അവരുടെ ചിന്ത. പത്രോസൊക്കെ വാ തുറന്നാൽ ഉടനെ പറയും, കർത്താവേ, ഞങ്ങൾ സകലവും വിട്ട് ഒന്ന് പറതയോ മക്കളെ നിന്നെ അനുഗമിച്ചു. ഞങ്ങൾ സകലവും വിട്ടു. ആ സകലത്തിനും വലിയ നീട്ട. എന്താ വിട്ടേ? ആകെപ്പാടെ ഒരു നാറിയ പടവും വിട്ടു, ഒരു വലയും വിട്ടു. സാക്ഷി പറയാൻ എഴുന്നേറ്റ ഞങ്ങൾ സകലവും വിട്ടു. പത്രോസേ, നീ വിട്ടത് നാറിയ പടവും വലയുക. നിനക്ക് കിട്ടിയത് അതിശ്രേഷ്ഠമായ അപ്പോസ്തല പദവി. നമ്മൾ ഈ വിട്ടതും കിട്ടിയതും വെച്ച് നോക്കിയാൽ കിട്ടിയതാണ് ശ്രേഷ്ഠത. ഇപ്പോൾ ഈ വിട്ട കാര്യം പറയാൻ എഴുതാക്കാം.
കിട്ടിയ ആരും മിണ്ടത്തില്ല. പെന്തക്കോസ്തി വന്നിട്ടും 25 വർഷമായിട്ടും വിട്ടതും പറഞ്ഞുകൊണ്ടിരിക്കുക. എടാ, നീ വിട്ടതിനേക്കാൾ ശ്രേഷ്ഠമേറിയതാണ് കിട്ടിയിരിക്കുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അഭിഷേകം പ്രാപിക്കും മുമ്പ് ജീവൻ രക്ഷിപ്പാൻ ഓരോടി. അഭിഷേകം പ്രാപിച്ചപ്പോൾ ജീവൻ യേശുവിനായി അർപ്പിപ്പാൻ തയ്യാറായി. അഭിഷേകം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. അഭിഷേകം നമ്മെ ശക്തരാക്കുന്നവനാണ്. അഭിഷേകം നമ്മെ വ്യത്യസ്തരാക്കുന്നവനാണ്. കേവലം ചില അന്യഭാഷകൾ പറഞ്ഞ് നിർത്താൻ വേണ്ടിയല്ല ദൈവം നിൻ്റെ മേൽ ആത്മാവിനെ പകർന്നത്. ദൈവം നിൻ്റെ മേലും എൻ്റെ മേലും പരിശുദ്ധാത്മാവിനെ പകർന്നത് ഒന്ന്, അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കാനാണ്. 2, ജയജീവിതം ചെയ്യുവാനാണ്. ഏറ്റവും അതിപ്രധാനമായി 2 കാര്യം പറയാൻ. 3, രൂപാന്തരത്തിന് വേണ്ടിയാണ്. ഇവിടുന്ന് മേളോട്ട് പറക്കാൻ വേണ്ടിയാണ്. സമയമുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയാം. അപ്പോൾ 1, അസാധാരണമായതിനെ സാധ്യമാക്കാൻ വേണ്ടിയാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കാൻ വേണ്ടിയാണ്. ദാവീദിന്മേൽ ആത്മാവ് വന്നപ്പോൾ കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ, കൂടെ ആരുമില്ലാതിരിക്കെ, അവൻ്റെ നന്മകളെ അപകരിപ്പാൻ വരുന്ന സിംഹത്തെയും കരടിയെയും അവൻ കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ, കൂടെ ആരുമില്ലാതിരിക്കെ അവൻ വലിച്ചു കീറിക്കളഞ്ഞു. ഇന്ന് രാവിലെ ആരാധനയ്ക്ക് വന്ന ദൈവമക്കളെ, ദൈവം നിന്റെ മേൽ അഭിഷേകം തന്നത് കേവലം ചില അന്യഭാഷകൾ പറഞ്ഞ് നിർത്താൻ വേണ്ടിയല്ല. കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ, കൂടെ ആരുമില്ലാതിരിക്കെ, നിന്റെ ആത്മീയ നന്മകളെ, നിന്റെ ഭൗതിക നന്മകളെ അപകരിപ്പാൻ വരുന്ന സാത്താന്യ ശക്തികളെ വലിച്ചു കീറുവാനുള്ള അഭിഷേകം ശബാ റഗുനിയ ദൈവം നിന്റെ മേൽ തന്നിരിക്കുകയാണ്. തുറന്നാട്ട് കരമടിച്ചാട്ട് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പറ, ദൈവം എൻ്റെ മേൽ അഭിഷേകം നൽകിയത് എന്നെ കീറാൻ വരുന്നതിനെ ഞാൻ കീറുവാൻ വേണ്ടിയാണ്. എന്നെ തകർക്കാൻ വരുന്നതിനെ ഞാൻ തകർക്കാൻ വേണ്ടിയാണ്. എന്നെ ഒതുക്കുവാൻ വരുന്നതിനെ ഞാൻ ഒതുക്കുവാൻ വേണ്ടിയാണ്. ഇന്ന് രാവിലെ യേശുവിൻ്റെ നാമത്തിൽ പറയാം, കുഞ്ഞെ, ദൈവം നിന്റെ മേൽ ആത്മാവിനെ തന്നത് അന്യഭാഷ പറഞ്ഞ് നിർത്താൻ വേണ്ടിയല്ല. കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ, കൂടെ ആരുമില്ലാതിരിക്കെ, നിന്നെ വിഴുങ്ങുവാൻ വരുന്ന പാപത്തിന്റെ ഭോഗേച്ഛകളെ വലിച്ചു കീറുവാനുള്ള അഭിഷേകം ദൈവം നിന്റെ മേൽ തന്നിരിക്കുകയാണ്. ശക്തിയോടെ കരമടിച്ച് ആരാധിച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ദൈവശക്തി വ്യാപരിക്കട്ടെ. എല്ലാവരും ശക്തിയോടെ ആരാധിച്ചാട്ട് ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാട്ട്. Hallelujah. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ, ഞാൻ കുറിപ്പ് വെച്ച് പ്രസംഗിക്കുന്ന ആളല്ല, പരിശുദ്ധാത്മാവ് തരുന്ന പറയുന്ന ആളാണ്. സ്തോത്രം. അപ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ശിംശോനും അവൻ്റെ അപ്പനും അവൻ്റെ അമ്മയും കൂടെ തിമ്മക്കരികെയുള്ള മുന്തിരിത്തോട്ടത്തിലൂടെ പോയി. 7-ാം അധ്യായം തോന്നുന്നു. അവിടെ എഴുതിയിരിക്കുന്ന, അപ്പോൾ ഒരു ബാലസിംഹം അവൻ്റെ നേരെ അലറി വന്നു. സ്തോത്രം, 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 സ്തോത്രം. അപ്പോൾ ഒരു ബാലസിംഹം അവൻ്റെ നേരെ അലറി വന്നു. അടുത്ത പദം, ഒരു ബാലസിംഹം അവൻ്റെ നേരെ അലറി വന്നു. അടുത്ത പദമാണ്, അപ്പോൾ യഹോവയുടെ ആത്മാവും അവൻ്റെ മേൽ വന്നു. എല്ലാവരോടും ഒന്നിച്ച് പറഞ്ഞേ, അപ്പോൾ. അയ്യോ, ഉറക്കെ പറയുന്നേ. അപ്പോൾ. കേക്കട്ടെ, ഉറക്കെ പറ. അപ്പോൾ, അപ്പോൾ, എപ്പോൾ, അപ്പോൾ, എപ്പോൾ, അപ്പോൾ. ബാലസിംഹം അലറി വന്നപ്പോൾ യഹോവയുടെ ആത്മാവും അവൻ്റെ മേൽ വന്നു. പ്രൈസ് ദി ലോർഡ്. എപ്പോൾ അഭിഷേകം നിന്റെ മേൽ വേണോ അപ്പോൾ അഭിഷേകം നിന്റെ മേൽ വരും. എപ്പോൾ കൃപ നിന്റെ മേൽ വേണോ അപ്പോൾ കൃപ നിന്റെ മേൽ വരും. എപ്പോൾ അമിതമായ ശക്തി നിന്റെ മേൽ വേണോ അപ്പോൾ അമിതമായ ദൈവശക്തി നിന്റെ മേൽ വരും. ബാലസിംഹം അലറി വരുമ്പോൾ നിന്റെ മേലെ യഹോവയുടെ ആത്മാവും വരും. ഹല്ലേലൂയ. ഞാൻ കൂടെ കൂടെ പറയാറുണ്ട്, അപ്പൻ മുമ്പേ പോകുന്നു, അമ്മ പുറകെ പോകുന്നു, അതിൻ്റെ പുറകിന് ശിംശോൻ പോകുന്നു.
അപ്പനും അമ്മയും ശിംശോനും ഒന്നിച്ചാ പോയത്. പക്ഷെ ബാലസിംഹം ആരുടെ നേരെയാ വന്നേ? ശിംശോന്റെ നേരെ. ഒന്നുകൂടെ പറയാം. അപ്പം മുമ്പേ പോകുന്നു, അമ്മ പുറകിന് പോകുന്നു, അതിൻ്റെ പുറകിന് ശിംശോൻ പോകുന്നു. സിംഹത്തിന് അപ്പനെ വേണ്ട, സിംഹത്തിന് അമ്മയെ വേണ്ട, സിംഹത്തിന് വേണ്ടത് ശിംശോനെയാണ്. അഭിഷേകമില്ലാത്ത അപ്പനെ സിംഹത്തിന് വേണ്ട, അഭിഷേകമില്ലാത്ത അമ്മയെ സിംഹത്തിന് വേണ്ട. സിംഹത്തിന് വേണ്ടത് അഭിഷേകമുള്ള നിന്നെയാ. ദൈവകൃപയില്ലാത്തവനെ അവന് നോട്ടമില്ല, അഭിഷേകമില്ലാത്തവന് അവന് നോട്ടമില്ല. കുഞ്ഞേ, ദൈവകൃപയുള്ള നിന്നെ വിഴുങ്ങാൻ അവന് പദ്ധതി, അഭിഷേകമുള്ള നിന്നെ തകർക്കാൻ അവന് നോട്ടം. ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, മറ്റു പലരുടെയും നേരെ ചെല്ലാത്ത സിംഹം, ബാലസിംഹം നിന്റെ നേരെ അലറി വരുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിന്റെ മേൽ അഭിഷേകമുണ്ട്. പോരാ പോരാ, ശക്തിയോടെ കരമടിച്ചോ. അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, മറ്റു പലർക്കുമില്ലാത്ത കഷ്ടത നിനക്കുണ്ടെങ്കിൽ, മറ്റു പലർക്കുമില്ലാത്ത വേദന നിനക്കുണ്ടെങ്കിൽ, മറ്റു പലർക്കുമില്ലാത്ത ശോധന നിനക്കുണ്ടെങ്കിൽ, മറ്റു പലരെയും നേരെ ചെല്ലാത്ത സിംഹം നിന്റെ നേരെ, നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ കുഞ്ഞുങ്ങളുടെ നേരെ അലറി വരുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിന്റെ മേൽ അഭിഷേകമുണ്ട്. ഈശായിയുടെ വീട്ടിൽ 8 പിള്ളേരുണ്ടായിരുന്നു. അവിടെ ഏറ്റവും അധികം കഷ്ടം സഹിക്കേണ്ടി വന്നത് ദൈവം കണ്ട ഒരുവനുണ്ടായിരുന്നു, ദാവീദ് അവനായിരുന്നു. യാക്കോബിൻ്റെ വീട്ടിൽ 13 പിള്ളേരുണ്ടായിരുന്നു, 12 ആണുങ്ങളും ഒരു പെണ്ണും. പക്ഷെ അവിടെ ഏറ്റവും അധികം കഷ്ടം സഹിക്കേണ്ടി വന്നത് ദർശനം കാണുന്ന ഒരുവനുണ്ടായിരുന്നു, യോസഫ് അവനായിരുന്നു. ഒരു സഭയിൽ 300 വിശ്വാസി ഉണ്ടെങ്കിലും ദർശനം കാണുന്ന ഒരുവനുണ്ടെങ്കിൽ, വെളിപ്പാട് കാണുന്ന ഒരുവനുണ്ടെങ്കിൽ അവനായിരിക്കും, അവൾക്കായിരിക്കും ഏറ്റവും വലിയ കഷ്ടത. ഒരു വീട്ടിൽ 10 പിള്ളേരുണ്ടെങ്കിലും ദൈവം കണ്ട ഒരുവനുണ്ടെങ്കിൽ അവനായിരിക്കും പ്രതിസന്ധി കൂടുതൽ. ഒന്നുകൂടെ ഞാൻ പറയാം, കർത്താവേ, ഞാൻ കരയുന്നു, ഞാൻ ഉപവസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, പക്ഷെ മറ്റു പലർക്കും ഇല്ലാത്ത കഷ്ടത എനിക്കെന്തുകൊണ്ടാണ്? മറ്റു പലർക്കും ഇല്ലാത്ത വേദന എനിക്കെന്തുകൊണ്ടാണ്? ചിലർ പറയും നിന്നോട്, നീ എന്നും ബൈബിളും കൊണ്ടുപോകുന്നു, നീ എന്നും ഉപവസിക്കുന്നു, നീ എന്നും പ്രാർത്ഥിക്കുന്നു, നീ എന്നും കരയുന്നു, പക്ഷെ നിനക്ക് ഞങ്ങളെയൊക്കെ കഷ്ടതയാണല്ലോ. അതിൻ്റെ അർത്ഥം അവൻ പിശാചിൻ്റെ ആമാശയത്തിൽ കിടക്കുക, അവനൊരു കുഴപ്പവും ഇല്ല. നിനക്ക് ശോധനയുണ്ടെങ്കിൽ ഓർത്തോണം, നിനക്ക് വേദനയുണ്ടെങ്കിൽ ഓർത്തോണം, മറ്റു പലർക്കുമില്ലാത്ത കഷ്ടതയുണ്ടെങ്കിൽ ഓർത്തോണം, മറ്റു പലർക്കുമില്ലാത്ത വെളിപ്പാട് ദൈവം നിനക്ക് തരും, മറ്റു പലർക്കുമില്ലാത്ത സന്ദേശം ദൈവം നിനക്ക് തരും. ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽക്കാലം ഓർത്തുകൊള്ളണം, മറ്റു പലരുടെയും നേരാത്തെല്ലാത്ത സിംഹം നിന്റെ നേരെ അലറി വരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്റെ മേലൊരഭിഷേകമുണ്ട്. ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, ബാല്യം മുതൽ ശത്രു എന്നെ ഉപദ്രവിച്ചു, എങ്കിലും അവൻ എന്നെ ജയിച്ചില്ല. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഒന്നുകൂടെ അടിവരയിട്ട് പറയുന്നു, നിന്റെ നേരെ വരാനേ പിശാചിന് കഴിയൂ, നിന്നെ തൊടുവാനവന് കഴിയത്തില്ല. നിന്നെ തകർക്കാൻ, നിന്നെ മുടിക്കാൻ അല്ല ഈ വേദന, നിന്നെ പൊന്നാക്കി മാറ്റാൻ, അതിലെ പാടിയത്, അവന് നിന്റെ നേരെ വരാനേ കഴിയൂ. ഓ ക്ഷമ റഗനി, എല്ലാവരും കരമടിച്ചാട്ട് അന്യഭാഷ ദൈവത്തെ ശ്രദ്ധിച്ചാട്ട്. ഓ ഹൊബറ ദുനി ഹസുനിയ ഹംതുനിയ, അവന് നിന്നെ വിഴുങ്ങാൻ കഴിയില്ല, നിന്നെ തകർക്കാൻ കഴിയില്ല. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. സാത്താൻ നിനക്കെതിരെ യുദ്ധം ചെയ്യും, എന്നാൽ ജയം പിശാചിനല്ല, ജയം യേശുവിന്റെ നാമത്തിൽ നിനക്കാണ്. ദൈവമേ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ കൈ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ ഈ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം, അതിലേക്ക് പറയണമല്ലോ. എൻ്റെ തുടക്കം ഒന്ന് വായിച്ചു വാരെങ്കിൽ 8-ന്റെ 1 വായിച്ചാട്ട് 8-ാം അധ്യായം ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. 8-ന്റെ 1 മുതൽ വായിച്ചാട്ട്. യെസ്, അടുത്തത് മുടിച്ചു പോന്നു. അടുത്ത വാക്യം, അവിടെയാണ് അതിൻ്റെ പശ്ചാത്തലം. തുടക്കം ഇങ്ങനെയാണ്: എന്നാൽ യെരൂശലേമിലെ സഭയ്ക്ക് വലിയൊരു ഉപദ്രവം നേരിട്ടു എന്നവിടെ എഴുതിയിരിക്കുന്നെങ്കിലും നേരിടാൻ ദൈവം അനുവദിച്ചു. സഭയെ പീഡിപ്പിക്കാൻ ദൈവം അനുവദിച്ചു. സ്തോത്രം. ഇന്ന് രാവിലെ ഓർത്തോണം, ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ നമുക്കൊന്നും സംഭവിക്കില്ല.
യേശു കർത്താവിൻ്റെ ചങ്കിലെ ചോരയാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവസഭ. ആ സഭയെ തൊടണമെങ്കിൽ ദൈവം അനുവദിക്കണം. ദൈവം അനുവദിക്കാതെ നമുക്കൊന്നും പറ്റില്ല. നിന്റെ വിധി നിർണ്ണയിക്കുന്നത്, നിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് സാത്താനല്ല, സ്വർഗത്തിലെ ദൈവമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു ദൈവ പൈതൽ വിധിയിൽ വിശ്വസിക്കുന്നില്ല, ദൈവഹിതത്തിൽ വിശ്വസിക്കുന്നു. സ്തോത്രം. എന്തലയിലെ മൂടികളുമെല്ലാം നിർണയമവൻ എണ്ണിയറിയുന്നു. എന്താലയിലെ മൂടികളുമെല്ലാം നിർണയം ഒന്നാതിൽ നിലത്തു വീണിടണം എങ്കിൽ, ഒന്നാതിൽ നിലത്തു വീണിടണം ഉന്നതനാറിന്റെ സാധ്യമായിടൂ. അത്യുന്നതനാറിന്റെ സാധ്യമായിടൂ. എന്താ നമ്മൾ പാടിയത്? എന്താ പാടിയത്? നമ്മുടെ തലയിലെ മുടിയെല്ലാം ആരെണ്ണി അറിയുന്നു? തലയിൽ എത്ര മുടിയുണ്ടെന്നറിയാവോ? അറിയത്തില്ല. അതുകൊണ്ട് എന്നാൽ പിന്നെ അങ്ങ് എണ്ണിയേക്കാമെന്നും പറഞ്ഞ് ഇന്ന് പോയി ആരും തലമുടി എണ്ണരുത്, വല്ലവരും വല്ലവരും കൊണ്ട് അഡ്മിറ്റാക്കും. അവളെങ്ങേന്നൊക്കെ ഈ പാട്ട് പാടുന്നുണ്ട്, നമുക്കിതിൻ്റെ അർത്ഥം മനസ്സിലാകത്തില്ല. അവനെ എഴുന്നേറ്റേക്ക്, എഴുന്നേറ്റേക്ക്. ഇങ്ങേന്നല്ല നമ്മൾ നന്നായി എന്ന് പാടാൻ പോയത്. ഇതൊക്കെ ഇടണം. തലയിൽ എത്ര മുടിയുണ്ടെന്നറിയാമോ? അറിയില്ല. ഒരു ഇംഗ്ലീഷ് മാഗസിൻ ഈയിടെ വായിച്ചു, പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ ദേഹത്ത് 8 ലക്ഷം തലമുടി നാരുണ്ടെന്ന്. ഓ, എത്ര? പാസ്റ്റർ ഈ വായിച്ചപ്പോഴായി വാക്യത്തിൻ്റെ അർത്ഥം, ഈ പാട്ടിൻ്റെ അർത്ഥം. നമ്മുടെ കർത്താവ് പറഞ്ഞ തലയിലെ മുടികളെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ഒന്ന് നിലത്ത് വീഴണമെങ്കിൽ ഞാൻ അറിയണം. ദൈവം ഇതിലെ 8 ലക്ഷം തലമുടി നാരിൽ ഒന്ന് നിലത്ത് വീണാലിൻ്റെ ദൈവം അറിയുമെങ്കിൽ, ഒരു തലം മാത്രമുണ്ട്, തലവേദന കർത്താവ് അറിയുന്നില്ലയോ? 8 ലക്ഷം മുടിനാരികളിൽ ഒന്ന് നിലത്ത് വീണാൽ ദൈവം അറിയുമെങ്കിൽ, ഒരു ഹൃദയം മാത്രമുള്ള ഹൃദയത്തിൻ്റെ വേദന കർത്താവ് അറിയുന്നില്ലയോ? 8 ലക്ഷം തലമുടി നാരിൽ ഒന്ന് നിലത്ത് വീണാൽ ദൈവം അറിയുമെങ്കിൽ, 2 കുഞ്ഞുങ്ങളെ നിനക്ക് നൽകിയെങ്കിൽ അവരുടെ പ്രായം ദൈവം അറിയുന്നില്ലയോ? എൻ്റെ ദൈവം അറിയാതെ, എൻ്റെ ദൈവം അനുവദിക്കാതെ നിനക്കൊന്നും സംഭവിക്കില്ല. എൻ്റെ ദൈവം അനുവദിക്കാതെ ഒരുവൻ നിന്റെ നേരെ നിൽക്കുകയില്ല. എൻ്റെ ദൈവം അനുവദിക്കാതെ ഒരുവൻ നിന്റെ നേരെ വിരൽ ചൂണ്ടുകയില്ല. ആമാ ഷമ റഗുനിയ അന്തമാ റഗുനിയ ഹതുന ഹസുന. കരമടിച്ചോ, ശക്തിയോട് പാടിക്കേ. ഞാനവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. കേടിച്ചേ, ഞാനവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം സംഗീതമാണെന്നു ഞാനറിയുന്നു. സംഗീതമാണെന്നു ഞാനറിയുന്നു. എന്തേ ഇഷ്ടം ചെയ്യുന്നേ ഞാനെന്നു ബോധമാ. എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനെന്നു ബോധമാ. എന്റെ ഇഷ്ടം ഒന്നു വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നു വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഒന്നോടെ, ഓ ഞാനവനുള്ള ആരുമില്ലെനിക്കും ദോഷം ചെയ്യുവാൻ. ഞാനവനുള്ള കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കും ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്ക് വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്ക് വന്നു നേരിടുന്നതെല്ലാം സംഗീതമാണെന്നു ഞാനറിയുന്നു. ഓ സംഗീതമാണെന്നു ഞാനറിയുന്നു.
ചെയ്യുവാടുന്നേ ഞാനിന്നു ബോധവാൻ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു ബോധവാൻ എന്റെ ഇഷ്ടം ഒന്നു വേണ്ട പ്രിയരേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടം ഒന്നു വേണ്ട പ്രിയരേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടം ഒന്നു വേണ്ട പ്രിയരേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടം ഒന്നു വേണ്ട പ്രിയരേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ Hallelujah. Yes. പൗലോസ് കപ്പൽ ചേതൽ രക്ഷപ്പെട്ടു. പൗലോസും കൂട്ടരും തീരത്തണഞ്ഞ് ശൈത്യനിമിത്തം തീ കായുമ്പോൾ ആ വിറകെടുത്ത് അങ്ങോട്ടിടുമ്പം വിറകിനിടയിൽ നിന്നൊരു രക്തയാണലി പുറത്തു വന്നു. അതാരുടെ കൈമേൽ കടിച്ചു തൂങ്ങി? പൗലോസിൻ്റെ കൈമേൽ കടിച്ചു തൂങ്ങി. അപ്പം നോക്കിക്കൊണ്ടിരുന്നവർ പറഞ്ഞു, ഇവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി ഇവനെ ജീവിപ്പാൻ അനുവദിക്കുന്നില്ല. അവനിപ്പോൾ ചത്തു വീർത്തു വീഴുമെന്നവർ കാത്തു നിന്നു. പക്ഷെ പൗലോസ് ആ ജീവിയെ ആ തീക്കകത്ത് കൊടഞ്ഞു കളഞ്ഞു. പരിശുദ്ധാത്മാവനോട് പറയുന്നു, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് സിയോൻ യാത്ര ചെയ്യുന്ന ദൈവവൈതലേ, നിന്നിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ കുഞ്ഞുങ്ങളിൽ നിവർത്തിക്കപ്പെടുന്നത് നീതിദേവിയുടെ പദ്ധതിയല്ല. ഒരു ദേവന്റെയും പദ്ധതിയല്ല, ഒരു ദേവിയുടെയും പദ്ധതിയല്ല, മന്ത്രവാദിയുടെ പദ്ധതിയല്ല, മറിയ ആഭിചാരകന്റെ പദ്ധതിയല്ല. നിന്നിൽ നിറവേറുന്നത് ദൈവത്തിന്റെ പദ്ധതി അത്രേ. സച്ചായ കൈയടിക്ക്, കൈകെട്ടിയിരിക്കാതെ കരമടിക്ക്, വാ തുറന്ന് ദൈവത്തെ ആരാധിച്ചോണ്ട് പറ, ദുഷ്ടപിശാചേ, നിന്റെ പദ്ധതിയല്ല നിൽ നിറവേറുന്നത്. എന്റെ കുടുംബത്തിൽ, എന്റെ കുഞ്ഞുങ്ങളിൽ ഒരു ദേവന്റെ, ഒരു ദേവിയുടെയും പദ്ധതിയല്ല. സ്വർഗത്തിലെ അപ്പച്ചന്റെ പദ്ധതി നിറവേറും. വിശ്വസിക്കുന്നേ? തീ കത്തുന്നിടത്ത് അണലി പുറത്തു വരും, തീ ഇല്ലാത്തിടത്ത് അണലി കൂടി ഇരുന്നോളും. എവിടെ തീയുണ്ടോ അവിടെ അണലിക്കിരിക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അണലി പുറത്തു വരും, പക്ഷെ ആ തീയിൽ അണലി തീരും. അവൻ ചത്തു വീർക്കുമെന്ന് കാത്തു നിന്നു. മോശയെക്കുറിച്ച് അങ്ങനെ എഴുതിയിട്ടുണ്ട്. അവൻ എന്താ ഭവിക്കും? ഞാൻ പറഞ്ഞല്ലോ, ദൂത് പരിശുദ്ധാത്മാവ് ഡൈവേർട്ട് ചെയ്യുന്നു. അവൻ എന്തു ഭവിക്കുമെന്ന് കാത്ത് അവൻ്റെ പെങ്ങൾ ദൂരെ നിന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്കെന്ത് ഭവിക്കും? നിന്റെ കുടുംബത്തിന് എന്ത് ഭവിക്കും? നിന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ഭവിക്കും? നിന്റെ ശുശ്രൂഷയ്ക്ക് എന്ത് ഭവിക്കും? നിന്റെ സഭയ്ക്ക് എന്ത് ഭവിക്കുമെന്ന് കാത്തു നിൽക്കുന്ന ചിലരുടെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ശക്തിയോടെ അന്യഭാഷയിൽ ശരീരം വിട്ടുകൊടുത്ത് ദൈവത്തെ ആരാധിക്ക്. യേശുവിന്റെ നാമത്തിൽ പറ, എനിക്കെന്ത് ഭവിക്കും? എന്റെ കുടുംബത്തിന് എന്ത് ഭവിക്കും? എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ഭവിക്കും? എന്റെ സഭയ്ക്ക്, എന്റെ ശുശ്രൂഷയ്ക്ക് എന്ത് ഭവിക്കുമെന്ന് കാത്തു നിൽക്കുന്ന നടുവിൽ ഒരത്ഭുതം വെളിപ്പെടും. സഭ നബ റകന. വിവാരപ്പെടരുത്. നീ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. നീ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവളാണ്. കൈയൊന്നുയർത്തി പറയാൻ തൻ്റെ ഇടമുണ്ടോ? ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്.
വിശ്വാസിയുടെ ഉള്ളിൽ ഭയവും ഭീതിയൊക്കെ പോകണം. അവരേതാണ്ട് ചെയ്തു, ഇവരേതാണ്ട് ചെയ്തു, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ടാണ് എനിക്കിത് പറ്റിയത്. ഒരുത്തൻ എന്തോ ചെയ്താലും നിനക്ക് പറ്റത്തില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് ചേർന്ന് വരികയില്ല. സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും യേശുവിന്റെ നാമത്തിൽ നീ മെതിച്ചു കളയും. പ്രൈസ് ലോർഡ്. കൈയൊന്ന് ഉയർത്തി പറ, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവൻ. നീ ഇവിടെ വലിഞ്ഞു കയറി വന്നവനല്ല, നീ വലിഞ്ഞു കയറി വന്നവളല്ല, നീ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവളാണ്. നിന്നെ ഇതിനകത്ത് വിളിച്ചുകൊണ്ട് വന്നത് ഇവിടുത്തെ ഒരു പാസ്റ്റർ അല്ല, സെൻട്രൽ പാസ്റ്റർ അല്ല, സൂപ്രണ്ട് അല്ല. നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നത് തേജോമനായ ദൈവമത്രേ. ഒന്നുകൂടെ പറയാം, വിശ്വാസിയെ, നീ ഇറങ്ങി തിരിച്ചത് പെന്തക്കോസ്തിലെ ഒരു നേതാവിനെ കണ്ടോണ്ടല്ല, ഒരു പാസ്റ്ററെ കണ്ടോണ്ടല്ല, സഹവിശ്വാസിയെ കണ്ടോണ്ടല്ല. നീ ഇറങ്ങിയത് തേജോമനായ ദൈവത്തെ കണ്ടോണ്ടാ. കൈയൊടിച്ച് വാ തുറന്നോ, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, ഞാൻ വലിഞ്ഞു കയറി വന്നവനല്ലെന്ന് പറ. ഞാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവനാ, ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാ. നീ സ്വർഗത്തിലെ ദൈവത്താൽ തന്റെ സഭയിൽ നടപ്പെട്ടവനാ. നീ നട്ടിട്ടുള്ളതിനെ നീ പരിപാലിക്കും. സഭ എപ്പോഴും പറയേണ്ടത് ഒന്നേ, ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവൻ. പറഞ്ഞാട്ടെ, എല്ലാവരും പറഞ്ഞാട്ടെ, ഞാൻ ദൈവത്താൽ. ശങ്കിന് കഴിച്ചോണ്ട് പറ, തൻ്റെ ഇടം ഉണ്ടേ, ആരെങ്കിലും കണ്ടുകൊണ്ട് കയറി വന്നതല്ല. ഞാൻ ദൈവത്താൽ, പറഞ്ഞ് ഉറക്കെ പറ, കേൾക്കട്ടെ, ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. രണ്ടാമത് പറയണം, ഞാൻ വിശേഷതയുള്ളവൻ. ഉറക്കപ്പറ, ഞാൻ വിശേഷതയുള്ളവൾ. നീ ഒരു ഓർഡിനറി അല്ല, നീ ഒരു സാധാരണക്കാരനല്ല, നീ സാധാരണക്കാരിയല്ല, നീ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാ. നീ വിശേഷതയുള്ളവളാ. അതുകൊണ്ട് തന്നെ നിന്നെ തകർക്കാൻ, നിന്നെ ഒതുക്കുവാൻ ലോകത്തിലൊരു ശക്തിയും കഴിയില്ല. ഞാൻ പൊതുയോഗത്തിൽ നിന്ന് ഇസ്രായേലിനെ കുറിച്ച് പ്രസംഗിക്കും പറയുന്ന ഒന്ന്, ഇസ്രായേൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, അവർ വിശേഷതയുള്ളവരാണ്, അവനെ തകർക്കാൻ ഒരുത്തനും കഴിയില്ല. നാലാമത് പറയേണ്ടത്, അവരിൽ നിറവേറുന്നത് ദൈവഹിതം മാത്രമായിരിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളുടെ ഉള്ളിലോട്ട് കയറട്ടെ. ഞാൻ അന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം, ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൾ, ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഞാൻ വിശേഷതയുള്ളവൻ, എന്നിൽ നിറവേറുന്നത് ദൈവഹിതം. എന്നെ തകർക്കാൻ, എന്നെ ഒതുക്കുവാൻ ലോകത്തിൽ ഒരു ശക്തിയും കഴിയില്ല. കയ്യൊന്നടിച്ചോ, ശക്തിയോട് സ്തോത്രം പറ. മധ്യപ്രദേശത്തേക്ക് നോക്കിക്കോ, വിശ്വാസത്തോട് നോക്കി പറ, കണ്ടോ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ നിൽക്കുന്ന കണ്ടോ, ഒരുത്തനും ഒതുക്കാൻ കഴിയാത്ത കണ്ടോ. ഹല്ലേലൂയ. നീ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, നീ വിശേഷതയുള്ളവൾ. ഓഹോ, നിന്നെ ഒരുത്തനും തകർക്കാൻ കഴിയില്ല. നിന്നിൽ നിറവേറുന്നത് ദൈവത്തിന്റെ ഹിതമത്രേ. ഞാൻ വളരെ റയറായിട്ടാണ് 4 പതിറ്റാണ്ടായി പ്രസംഗം തുടങ്ങിയിട്ട്, 40 വർഷം. നിങ്ങൾ പറഞ്ഞില്ല, ഞാൻ പാസ്റ്ററോട് പറയുന്നു, പി.ഡി. ജോൺസൺ പാസ്റ്റർ പണ്ട് ഈ അദ്ദേഹം ഉള്ള കാലത്ത് ഈ ക്രൂസൈഡ് ഒരെണ്ണം നടത്തിയപ്പോൾ ബിഷപ്പ് പെരേരകളിൽ പാസ്റ്റേഴ്സ് കോൺഫറൻസ് വെച്ചപ്പോൾ അതിൽ അറ്റൻഡ് ചെയ്ത ആളാണ് ഞാൻ. എന്നെ കാണുമ്പോൾ നിങ്ങൾ തോന്നുന്നു അത്രയൊക്കെ പ്രായമുണ്ടോ ഒന്നില്ലേ? പണി തുടങ്ങിയിട്ട് കുറേ കാലമായി. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം ഈ പകൽ യോഗങ്ങളിൽ പാറയില്ല. പാസ്റ്റർ ഒന്നോ രണ്ടോ ദിവസം മാറ്റി മാറ്റി ചോദിച്ചിട്ടും കുറേ നാളായിട്ട് ഇവിടെ വന്നത്. എവിടത്തെ മെയിൻ യോഗങ്ങളിൽ, ഈ ഭയങ്കര യോഗങ്ങളിൽ വിളിച്ചിട്ട് പോലും എനിക്ക് വരാൻ നേരമില്ല, ഞാൻ വരാറില്ല. ഇവിടെ ഒത്തിരി കല്യാണങ്ങൾക്ക് ഞാൻ കല്യാണം നടത്താൻ വരാറുണ്ട്. പിന്നെ വലിയ ഇന്നലെയും മിനിയാന്നും ദിവസവും റെസ്റ്റില്ലാതോട് വളരെ പ്രാർത്ഥിച്ച് വളരെ വളരെ റെയറായിട്ട് സെലക്റ്റീവായി മീറ്റിംഗ് കൊടുക്കുക. എന്തോ ഈ ദൈവദാസം വിളിച്ചപ്പോൾ എനിക്ക് വരണമെന്ന് പരിശുദ്ധാത്മ കേടിയതിന് വന്നതാണ്. കാരണം നിങ്ങൾക്ക് ഇവിടെ ടൗണിൽ തന്നെ നടക്കുന്ന 1000, 2000, 3000, 4000 കൂടുന്ന യോഗങ്ങളിൽ പോലും എനിക്ക് പോകാൻ നേരവും ഇല്ല. ഒത്തിരി ഒഴിവാക്കുകയാണ്. അത്രമാത്രം ക്ഷീണിതനാണ് ഞാൻ. തീർച്ചയായും ഞാൻ യാത്രയിലാണ്. സ്തോത്രം. എങ്കിലും ഇവിടെ വന്നത് ഒരു വിടുതലിനായിരിക്കണം. കർത്താവ് അറിയാം, ആൾക്കൂട്ടമൊന്നും നോക്കുന്ന ആളല്ല പണ്ടും ഇന്നും. പക്ഷേ നിങ്ങൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കണം. ഒരു പ്രസംഗം കേൾക്കാനല്ല ഇരിക്കേണ്ടത്. ദൈവിക വിടുതൽ ഇന്ന് പകൽ നിങ്ങൾ അനുഭവിക്കണം. ദുഷ്ടപിശാച് തടഞ്ഞു വെച്ച നിങ്ങളുടെ നന്മയുടെ ഉറവകൾ യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽ തുറന്നു വരുന്ന പകലായി മാറണം.
ഓ, കെട്ടി നിന്ന വെള്ളം പോലെ ചാടി പുറത്തു വരണം. റകനിയ, എല്ലാവരും കരമടിച്ചു. ഓ ശക്തിയോട് സ്തോത്രം പറഞ്ഞു. ദുഷ്ടപിശാച് തടഞ്ഞു വെച്ചത് എവിടെയൊക്കെയാ? ആ ഉറവകൾ യേശുവിൻ നാമത്തിൽ ചാടി പുറപ്പെട്ടു വരട്ടെ. സംധാന റിഘന സഥനിയ. സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ട പിശാച് കൈ നീട്ടി. അപ്പൊ ഇവിടെ ആദ്യം പഠിക്കേണ്ടത് ഒന്ന്, ദൈവം അനുവദിക്കാതെ നമുക്കൊന്നും. വിശ്വാസമുണ്ടോ? ഒന്നുകൂടെ. ഇപ്പോഴും വിശ്വാസമില്ലേ? അതെപ്പോഴും ഓർക്കണം. ദൈവം അനുവദിച്ചാണ്. ജീവിതത്തിൽ എന്തു വന്നാലും ദൈവം അനുവദിച്ചാണ്. ദൈവം അറിഞ്ഞാണ്. ഇത്തിരി പ്രസംഗം കേൾക്കുന്ന, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ കയറണം. കർത്താവ് അറിയാതെയും അനുവദിക്കാതെയും എനിക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. രണ്ടാമത്തെ ചിന്ത, നിനക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല. ദൈവകൃപയിലാണെങ്കിൽ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന, കൈ ഉയർത്തിപ്പിടിച്ചോണ്ട് പറ, എനിക്ക് വിരോധമായി ശത്രുവേ, ദുഷ്ടപിശാചേ, നീ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കില്ല. കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് പറ, ഫലിക്കില്ലെന്ന് പറ. വിശ്വാസത്തോട് പറ, നീ എന്തൊക്കെ വേണേലും ചെയ്തു, എനിക്കത് ഫലിക്കില്ല. എൻ്റെ കുടുംബത്തിന് ഫലിക്കില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഫലിക്കില്ല. മൂന്ന് പിശാച്, ശ്രദ്ധിച്ചു കേൾക്കണം, നിനക്കും നിന്റെ തലമുറയ്ക്കും എതിരായി ചെയ്യുന്നത് പോലും നിന്റെ നന്മയാക്കി മടക്കി വരുത്താൻ ദൈവത്തിന് കഴിയും. പോരാ. എൻ്റെ കർത്താവ് ഇന്ന് രാവിലെ നിന്നോട് പറയുന്നു, ദുഷ്ടപിശാച് നിനക്ക് വിരോധമായി, നിന്റെ തകർച്ചയ്ക്കായി, നിന്റെ വീഴ്ചയ്ക്കായി, നിന്റെ തലമുറയെ മുടിക്കാനായി എന്തൊക്കെ ചെയ്യുന്നുവോ അതെല്ലാം നന്മയാക്കി പരിവർത്തനം ചെയ്യുവാൻ കഴിയുന്ന കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് പകൽ ഇവിടെയുണ്ട്. ശക്തിയോടെ അന്യഭാഷ സ്തോത്രം പറഞ്ഞു. തെളിവ്, സഭയിൽ ചിലരെ പീഡിപ്പിക്കാനാണ് സാത്താൻ കൈ നീട്ടിയത്. ആരിലൂടെ? ഹെരോദാവിലൂടെ. പക്ഷെ എന്താ നമ്മൾ വായിച്ചത്? എന്താ നമ്മുടെ കുറിവാക്യം? എന്താ വായിച്ചു നോക്കിയേ? ചിതറിപ്പോയവർ അവിടവിടങ്ങളിൽ വചനം പ്രസംഗിച്ചു. ഫിലിപ്പോസ് ശമരിയാപട്ടണത്തിൽ പ്രസംഗിച്ചു. അവർ മുഴുവൻ, ആ പട്ടണം മുഴുവൻ കൃപയിലായി. പീഡിപ്പിക്കാനാ കൈ നീട്ടിയതെങ്കിലും, സഭ തകർക്കാനാ കൈ നീട്ടിയതെങ്കിലും, ഒതുക്കാനാ കൈ നീട്ടിയെങ്കിലും, മുടിക്കാനാണ് കൈ നീട്ടിയതെങ്കിലും സഭ മുടിഞ്ഞില്ല, സഭ വ്യാപിച്ചു. സ്തോത്ര ശക്തിയോട് പറ. അവരെല്ലാവരും സുവിശേഷകരായി മാറി. അവരെല്ലാം ദർശനമുള്ളവരായി മാറി. അവരെല്ലാം വെളിപ്പാടുള്ളവനുമായി. ഈ രാത്രി യേശുവിൻ നാമത്തിൽ പറയാം, പിശാചേ, നിന്റെ പദ്ധതികൾ പരാജയപ്പെടും, എൻ്റെ ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും. കൈയടിച്ച് അന്യഭാഷ ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറയാം, ദുഷ്ടപിശാചേ, എൻ്റെ തലമുറയെക്കുറിച്ചുള്ള, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള, എൻ്റെ സഭയെക്കുറിച്ചുള്ള നിന്റെ പദ്ധതികളെ എൻ്റെ ദൈവം തകർക്കും. പീഡിപ്പിക്കാൻ കൈനീട്ടിയത് സഭയെ ഇല്ലാതാക്കാനാ, പക്ഷെ ഇല്ലാതായില്ല. ഒരു വാക്യമുണ്ട്, കൈസരുടെ പട്ടാളത്തിലുള്ളവർ നിനക്ക് വന്ദനം ചൊല്ലുന്നു. കൈസരുടെ പട്ടാളക്കാർ പോലും സുവിശേഷകരായി. സുവിശേഷത്തെ എതിർക്കാൻ തുടങ്ങിയ അവൻ്റെ വീട്ടിൽ ദൈവം എത്രയും പെട്ടെന്ന് കൂട്ടായ്മ ആരംഭിച്ചിരിക്കും. അവൻ്റെ വീട്ടിൽ ഉപവാസപ്പാട് നമ്മൾ തുടങ്ങിയിരിക്കും. സ്തോത്രം. അതല്ലേ ഈ യോസപ്പിനെ സഹോദരന്മാർ പൊട്ടക്കിണലിലിട്ടത് സിംഹാസനത്തിക്കാനല്ലായിരുന്നു, ദർശനത്തെ തകർക്കാനായിരുന്നു. യോസഫ് വന്നപ്പം പറഞ്ഞു, ദാണ്ട് സ്വപ്നക്കാരൻ വരുന്നു, നമുക്ക് അവനെ പിടിച്ച് കൊല്ലാം, അവൻ്റെ ദർശനം എന്താകുമെന്ന് നോക്കാം. ഉടനെ ഒരുത്തൻ പറഞ്ഞു, നമുക്ക് കൊല്ലണ്ട, നമുക്ക് അവനെ പിടിച്ച് പൊട്ടക്കിണലിടാം, അവിടെ കിടന്ന് ചത്തോട്ട്. കുഴപ്പാമ്പും തേളും കുപ്പിച്ചില്ലും പഴുതാരയും പണ്ട് തിരിഞ്ഞു നോക്കാത്ത കുറ്റിക്കാട് വളർന്നു നിൽക്കുന്ന
ആ ആ കിണറ്റിലേക്ക് അവനെ വലിച്ചെറിയാം, അവിടെ കിടന്ന് ചത്തോട്ടെന്ന് പറഞ്ഞു. നമുക്ക് തന്നെ നമ്മുടെ സഹോദരനെ കൊല്ലണ്ട. പക്ഷേ അവൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആഗ്രഹം? സഹോദരന്മാർ കാണാതെ ഇവനെ പൊക്കിയെടുത്ത് അപ്പൻ്റെ അടുക്ക് എത്തിക്കണം. അവിടെയൊക്കെ ദൂതാ. ഞാൻ ചർച്ച് ഓഫ് ഗോഡിൻ്റെ സ്റ്റേറ്റ് കൺവെൻഷന് ഇത് പ്രസംഗിച്ചു. വേറൊരു വിഷയം വന്നപ്പോൾ അത് നിങ്ങളെയൊക്കെ കിട്ടിക്കാണും. വൈറലായി, ഒത്തിരി വൈറലാലോ ഇപ്പോൾ. സഹോദരം എന്താണെന്നറിയാമോ? ഈ സമയമായപ്പം രൂപൻ പറഞ്ഞു ഇവനെ അങ്ങോട്ടിട്ടേക്കാൻ. അപ്പം രൂപൻ്റെ ഉള്ളിലെ ആഗ്രഹം ഇവനെ എങ്ങനെയും അവിടെ നിന്ന് വലിച്ചു കയറ്റി അവിടെ കൊണ്ട് കൊടുക്കണമെന്നാണ്. പക്ഷേ ഈ മിദ്യാന് കച്ചവടക്കാർ വന്നപ്പോൾ ആരവിടെ ഇല്ല. എവിടെ പോയതിനിടയിൽ ആ കാട്ടിൽ എവിടെ പോകാനാ? രൂപേനെ ദൈവം മാറ്റി. എന്താ മാറ്റിയെന്നറിയാമോ? രൂപേനെ, നീ യോസപ്പിനെ രക്ഷിച്ചാൽ പൊക്കിയെടുത്ത് വീണ്ടും അപ്പൻ്റെ അടുക്ക് കൊണ്ടുചെല്ലും. യോസപ്പിനെ ദൈവം വീട്ടിൽ നിന്ന് ഇറക്കിയത് തിരിച്ചതുപോലെ കൊണ്ട് കയറ്റാനല്ല, സിംഹാസനത്തിക്കാനാ. ദൈവം നിന്നെ മാറ്റിയതാ. ഷബറിയ ദൈവം മാറ്റിക്കളഞ്ഞതാ. ദൈവം മാറ്റി. ഈ പകൽ പരിശുദ്ധാത്മാവ് നിന്നോട് ദൂത് പറയുന്നു. നിന്നെ സഹായിക്കുമെന്ന്, നിന്റെ തലമുറയെ സഹായിക്കുമെന്ന് നീ ചിന്തിച്ചവർ ചിലർ കൈയൊഴിഞ്ഞോ, ചിലർ കാലുമാറിയോ, ചിലർ കൈവിട്ടോ. തക്ക സമയത്ത് ചിലത് ചെയ്യാമെന്നും സഹായിക്കാമെന്നും ചിലടത്ത് കൊണ്ടുപോകാമെന്നും റെക്കമെൻഡ് ചെയ്യാമെന്നും ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞവരൊക്കെ കൈയൊഴിഞ്ഞെങ്കിൽ ഇന്ന് രാവിലെ നീ ഭാരപ്പെടുവൊന്നും വേണ്ട. അവർ നിന്നെ കൈവിട്ടെങ്കിൽ ദൈവം അറിയാതെയല്ല. ഇവരാരുമല്ല നിന്നെ ഉയർത്തിയത്, ഇവരാരുമല്ല നിന്റെ തലമുറ ഉയർത്തിയത്. സ്വർഗത്തിലെ ദൈവം നിന്നെ ഉയർത്തിയെന്ന് വരണം. അവർ കൈവിട്ടത് നല്ലതിനാ. തമ്പുരാൻ തന്നെ നിന്നെ ഉയർത്തും. നിന്റെ തലമുറ ഉയർത്തും. ഒന്ന് കൈയടിച്ച ശക്തിയോടെ സ്തോത്രം പറഞ്ഞേ. ക്ഷമ റഗലന ഹസുനിയ ദംഭുനിയ. എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം, യോസഫേ, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ ഒരു ചേട്ടൻ്റെ സഹായം വേണ്ട, നീ എത്തേണ്ടതെത്തും. മനസ്സിലായില്ലേ? ഒരമ്മാച്ചനും നിന്നെ സഹായിച്ചില്ല, ഒരു കൊച്ചപ്പനും സഹായിച്ചില്ലെങ്കിലും, ആരും റെക്കമെൻഡ് ചെയ്തില്ലെങ്കിലും, നിന്റെ തലമുറ എല്ലാവരും കൈവിട്ടാലും, ദൈവത്തിന് പ്ലാൻ ഉണ്ടെങ്കിൽ, ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ആരും സഹായിച്ചില്ലെങ്കിലും, ആരെല്ലാം കൈവലിച്ചാലും നിന്നെ എത്തിക്കേണ്ടിടത്ത് എൻ്റെ ദൈവം എത്തിച്ചിരിക്കും. യോസഫിനെ പൊട്ടക്കിണലിട്ടത് അവിടെ വെച്ച് തകർക്കാനാ, അവിടെ കിടന്ന് ചാകാനാ. പക്ഷേ യോസഫിനെ തകർക്കാൻ പിശാചുരുക്കിയ പൊട്ടക്കിണർ അവൻ്റെ ദർശന സമാപ്തിയുടെ ഒന്നാമത്തെ വാതിലാക്കി ദൈവം മാറ്റി. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഓജി ഹാളിൽ വന്ന ദൈവമക്കളോട് പറയുന്നു, നിനക്ക് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വിരോധമായി അവരെ തകർക്കാൻ ദുഷ്ട പിശാചുരുക്കുന്ന പൊട്ടക്കിണറുകളെ അവൻ്റെ ദർശന സമാപ്തിയുടെ ഒന്നാമത്തെ വാതിലാക്കി മാറ്റാൻ എൻ്റെ കർത്താവിന് കഴിയും. വിശ്വസിക്ക്. ഒന്നുകൂടെ ഞാൻ പറയാം, പരിശുദ്ധാത്മാവിൽ ശമന, നിനക്ക് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വിരോധമായി, അവിടെ തകർച്ചയ്ക്കായി പിശാചൊരുക്കുന്ന പൊട്ടക്കിണറുകൾ അവിടെ നന്മയാക്കി ദൈവം മാറ്റും, അവിടെ അനുഗ്രഹമാക്കി ദൈവം മാറ്റും, അവരെ ആത്മീയരാക്കാൻ ദൈവം ഉപയോഗിക്കും. പരിശുദ്ധാത്മാ പ്രവചിക്കുക, നിന്റെ തിന്മയ്ക്കായി പിശാച് ചെയ്യുന്നത് എൻ്റെ ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. ചിലതൊക്കെ താമസിപ്പിക്കുമ്പം സങ്കടം വരും, തലമുറയ്ക്ക് വിഷമം വരും. പ്രാർത്ഥിച്ചിട്ട് എന്താ പമ്മി, നീ കരഞ്ഞിട്ട് എന്നാ, പപ്പ നീ പ്രാർത്ഥിച്ചിട്ട് എന്നാ, ഇങ്ങനെയൊക്കെ നിരാശയൊക്കെ കൊണ്ടുവരും. കുറച്ച് കഴിയുമ്പം മനസ്സിലാകും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഉറക്കെ പറയുന്നേ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും, തുറന്ന് പറ, സകലവും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. ഇന്ന് തിന്മയെന്ന് തോന്നുന്നതും ദൈവം നന്മയാക്കി പരിവർത്തനം ചെയ്യും. നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. നമുക്കിന്ന് തിന്മയെന്ന് തോന്നുന്ന നന്മയാകും.
പലതും ഇപ്പം നമുക്ക് പിടികിട്ടില്ല. എന്നാ ഇങ്ങനെന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. നാളുകൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ, നാളുകൾ കഴിയുമ്പോൾ, കൈയടിച്ചോ, നിത്യത പുലരുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്നു തെളിയുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്നു തെളിയുമ്പോൾ, യുക്തമായി വ്യക്തമായി കൃപയിൻ കരുതൽ അറിയും നാം. യുക്തമായി വ്യക്തമായി കൃപയിൻ കരുതൽ അറിയും നാം. അനാദിനാഥൻ യേശു യന്ത്രനാം, അന്യനായി ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ, അന്യനായി ഭൂവിലെന്നാൻ ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ. ഇന്നുള്ള ശോധന നൽകുന്ന വേദന, ഇന്നുള്ള ശോധന നൽകുന്ന വേദന, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും, വിഷമമുള്ളതെങ്കിലോ വിലയുണ്ടതിനു പൊന്നിലും, വിശ്വസിച്ചാശ്രയിച്ചാലും ഇരിക്കും ഞാൻ സദാ, വിശ്വസിച്ചാശ്രയിച്ചാലും ഞാൻ സദാ. അനാദിനാഥൻ യേശുവെന്തരം, ധന്യനായ ക്രിസ്തുവിൽ സദാ, അന്യനായ ഭൂമിയിലെന്ന ധന്യനായ ക്രിസ്തുവിൽ സദാ. സ്വർഗത്തിലെന്തനാം ഭദ്രം സുശോഭനാം, സ്വർഗത്തിലെന്തനം ഭദ്രം സുശോഭനം, ഉലകത്തിന്റെ സ്ഥാപനം അതിനു മുമ്പു എന്തനോ, ഉലകത്തിന്റെ സ്ഥാപനം അതിനു മുൻപും എന്തനം, ക്രിസ്തുവിൽ ദൈവം മുന്നറിഞ്ഞതാ, ഉന്നതൻ ക്രിസ്തുവിൽ ദൈവം മുന്നറിഞ്ഞതാ. അനാദിനാഥൻ യേശുവെന്തനം, അന്യനായ ഭൂവിലെന്ന ധന്യനായ ക്രിസ്തുവിൽ സദാ, അന്യനായ ഭൂവിലെന്ന ധന്യനായ ക്രിസ്തുവിൽ സദാ. നമ്മുടെ ആളുകൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ, കാലം കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കൊന്നു തെളിയുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കൊന്നു തെളിയുമ്പോൾ, യുക്തമായി വ്യക്തമായി കൃപയിൽ കരുതലറിയും നാം, യുക്തമായി വ്യക്തമായി കൃപയിൽ കരുതലറിയും നാം. അനാദിനാഥൻ യേശുവെന്തനം, അന്യനായ ഭൂവിലെന്ന ധന്യനായ ക്രിസ്തുവിൽ സദാ, അന്യനായ ഭൂവിലെന്ന ധന്യനായ ക്രിസ്തുവിൽ സദാ. ദൈവമൈതലേ, ജീവിതത്തിൽ സംഭവിക്കുന്നതിന്റെ എല്ലാം അർത്ഥം ഇപ്പം പിടികിട്ടില്ല, ഇപ്പം പിടികിട്ടില്ല. നീ കർത്താവിനോട്ട് ഓടരുത്. ആളുകൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ, അവൻ ചെയ്തതെല്ലാം നന്മയ്ക്കും തൊഴും. നല്ല കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ചിലതിൻ്റെ ഒന്നും അർത്ഥം ഇപ്പം പിടികിട്ടില്ല. ഞാൻ ഇതൊന്നും ഇവിടെ പ്രസംഗിക്കാൻ ഞാൻ വന്നതല്ല. കാലങ്ങൾ കഴിയുമ്പോൾ മണി എൻ്റെ ദൈവം നന്മയ്ക്കായി സാധ്യത. ഒന്നുകൂടെ കൈ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്. ഈ വേദവസ്തു എത്ര ക്ലിയറാണ്. നമുക്കെതിരായി പിശാച് ചെയ്യുന്നത് പോലും നമ്മുടെ നന്മയാക്കി ദൈവം മാറ്റും. ആത്യന്തികമായി യോസപ്പിനെ പൊട്ടക്കിലിട്ടത് കണ്ടില്ലേ? ദർശന സമ്മതത്തിൽ എത്തിച്ചു. മോശക്കുഞ്ഞിനെ ഞാൻ ഈ വന്ന മെസ്സേജിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് ഡൈവേർട്ട് ചെയ്യുന്നു. 3 മാസം അവൻ്റെ അപ്പനും അമ്മയും നോക്കി രക്ഷിക്കാൻ. അത് കഴിഞ്ഞപ്പം രക്ഷിക്കാൻ ഒക്കാതെ വന്നിട്ട് ഞാങ്ങണ പെട്ടകം ഉണ്ടാക്കി പശയെങ്കിലും തേച്ച് ഈ കുഞ്ഞിനെ മാറി മാറി ഉമ്മ കൊടുത്തിട്ട് എവിടേക്ക് ഒഴുക്കി വിട്ടു? അവരാവുന്ന നോക്കി.
പിന്നെ കഴിഞ്ഞുമില്ല. പിന്നെ മനസ്സിലായി ഞങ്ങളുടെ ജീവൻ പോവും. ഇനി ഈ കൊച്ചിനെ വെച്ചുകൊണ്ടിരുന്ന അവരുടെ ജീവൻ പോവും. അത്രയേ ഉള്ളൂ. നിൻ്റെ പണത്തിനും നിൻ്റെ സ്വാധീനതയ്ക്കും നിൻ്റെ പിടിപാടിനും ഒരു പരിധിയുണ്ട്. എല്ലാ പണത്തിനും എല്ലാ സ്വാധീനത്തിനും പിടിപാടും അവസാനിക്കുന്നിടത്ത് ഇറങ്ങി വരുന്നൊരു കരമുണ്ട്, ദൈവത്തിൻ്റെ കരം. ഈ പോയവരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നവരൊക്കെ പണമില്ലാഞ്ഞിട്ടാ, സ്വാധീനത ഇല്ലാഞ്ഞിട്ടാ. എത്ര കുമിച്ചു കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും കണ്ട് അഹങ്കരിക്കൊന്നും ചെയ്യരുത്, നിഗളിക്കരുത്. അപ്പം ഞാൻ പറയുന്ന പോലെ പോകണമെന്ന് പറയരുത്. പാസ്റ്റർ എൻ്റെ വിരം തുമ്പി കിടന്ന് കറങ്ങണമെന്ന് പറയരുത്. നീ അഹങ്കരിക്കരുത്. എനിക്ക് ഇപ്പോൾ പുതു പഠിച്ച 4 പതിറ്റാണ്ടുകൊണ്ട് ലോകത്തെ ഏതെല്ലാം കോടീശ്വരനാണോ എല്ലാം കണ്ടു ഞാൻ പെന്തക്കോസിൽ. 10 പുത്തൻ കൈ കിട്ടുമ്പോൾ അഹങ്കരിച്ചേക്കരുത്. സഭ ഞാൻ പറഞ്ഞ പോലെ പോകണം, പാസ്റ്റർ ഞാൻ പറഞ്ഞിടത്തിരിക്കണം. നീ പോയി പണി നോക്കുക. നീ ആരാ? ഇവിടെ എന്തോ കണ്ടുകൊണ്ട് അഹങ്കരിക്കുന്നത്. ഇന്നലെ മിനിയാന്നത്തെ എൻ്റെ പ്രസംഗം ഇപ്പം ഓടുന്നുണ്ട്. ഈ 2 കാലം നിൽക്കുമ്പോൾ പറയാൻ വന്നതല്ല, പരിശുദ്ധാത്മ പറയുന്നു. ഈ 2 കാലം നിൽക്കുമ്പോഴേ ഉള്ളൂ സകല അധികാരവും. മറിഞ്ഞ് താഴോട്ട് വീണാൽ എല്ലാം പോയി. നിൻ്റെ മൊബൈൽ വേറൊരുത്തൻ്റെ കയ്യിലാവും. ബൈസ്റ്റാൻഡർ ഉണ്ടോ എന്ന് ചോദിക്കും. കാശടയ്ക്കാൻ ആൾ അങ്ങോട്ട് കയറ്റുമ്പോൾ ഇങ്ങനെ അതിന് വിട്ടിട്ട് എന്താ കണ്ടോണ്ട് അഹങ്കരിക്കുന്നേ? ഞെട്ടുകായിപ്പോൾ ഓരോന്ന് കണ്ട്. എന്നിട്ട് ഈ അഹങ്കാരികൾ പെന്തക്കോസിലെ പഠിക്കുന്നില്ലല്ലോ പാസ്റ്ററെ. എന്തോ ഒരു അഹങ്കാരമാണ്. പട്ടിണിയും പരിവട്ടവും കണ്ട് എന്താ ഇങ്ങനെ പറയുന്നത്? ഇവിടെ ഇതിനകത്തുള്ള പോലെ അടി എവിടെ ഉള്ളേ? എന്താ കാരണം? കഞ്ഞിക്ക് വകയില്ലാതെ കിടന്നവൻ നെടുമ്പാട് വീണ് കരഞ്ഞപ്പം ദൈവം കണ്ണുനീര് കണ്ട അവസ്ഥ മാറ്റിയപ്പോൾ അഹങ്കാരമല്ലേ? ഒരു സെക്കൻഡ് പോരെ. ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ സഹോദരനോട് പറയാമായിരുന്നു, സുന്ദരിമാർ, എന്ത് സൗന്ദര്യമുള്ള നേഴ്സുമാർ, 33, 34, 35 വയസ്സ്, എൻജിനീയേഴ്സ്, ഡോക്ടേഴ്സ് താഴോട്ട് വീണത് പോവാ. എവിടുന്നാ? UK, കാനഡ. ജീവിക്കാൻ ഓടിപ്പോയതാ. അല്ലേ? കണ്ടില്ലേ? കാണുന്നില്ലേ? സോഷ്യൽ മീഡിയ തുറക്കാൻ പേടിയാ അല്ലേ പാസ്റ്ററെ? ബർത്ത്ഡേയുടെ ആണോ പോയ വാർത്തയാണോ അറിയില്ല. എടാ ഇതൊക്കെ കണ്ടെങ്കിൽ നീ മാനസാന്തരപ്പെട്. ഒന്ന് കണ്ട് നെകളിക്കാനില്ല, അഹങ്കരിക്കരുതെന്ന് ഒന്നുകൂടെ ഞാൻ പറയുക. ദൈവത്തിൽ നെടുമ്പാട് വീണോണം. നിങ്ങൾ കൊമ്പ് മേളോട്ട് ഉയർത്തരുത്. ധാർഷ്ട്യത്തോട് സംസാരിക്കരുത്. കിഴക്കെന്നും പടിഞ്ഞാറും തെക്കൊന്നുമല്ല ഉയർച്ച വരുന്നത്, ഉയരത്തിൽ നിന്നാ. കയ്യൊന്നടിച്ചോ, വായം തുറന്നോ, ശക്തിയോട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറ, ഞാൻ ആരുമല്ലെന്ന് പറ, ഞാനിവിടെ ഒന്നുമല്ലെന്ന് പറ. ഓ, ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയാകുന്നു. ശക്തിയോട് കരമടിച്ച് ആത്മാവിൽ ഹൃദിക്ക്, ശക്തിയോ അന്യഭാഷ ദൈവത്തെ സ്തുതിക്ക്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അരുള ചെയ്യണമേ അടിയൻ കേൾക്കാമെന്ന് പറഞ്ഞല്ലേ? എനിക്ക് ദൈവകൃപയായ ഇവിടെ ആരുടെയും പേര്, നിങ്ങളുടെ ആരുടെയും പേരും ഒന്നും അറിയത്തില്ല, വീട്ടുകാരും അറിയത്തില്ല. എനിക്ക് ഈ ദൈവദാസൻ്റെ ഇപ്പം വിളിച്ചപ്പം അദ്ദേഹത്തിൻ്റെ പേരറിയാം. നിങ്ങളെ പലരും എനിക്ക് പരിചയം ഉണ്ടായിരിക്കാം. സ്തോത്രം. നമ്മളെല്ലാം പരിചയമുള്ള ഒരു ഉയരത്തിലുണ്ട്. ഈ മോശക്കുഞ്ഞിനെ മാറി മാറി ഉമ്മ കൊടുത്തിട്ട് നീലനദിയിലേക്ക് വലിച്ചെറിഞ്ഞു. അവിടെ പ്രശ്നം എന്താണെന്നറിയാം? ഈ നീലനദിയുടെ അതിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്, പോയിട്ടുള്ളവരുണ്ടായിരിക്കും. ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ഈജിപ്തിൽ പോയപ്പോൾ, അല്ലെങ്കിൽ ഇസ്രായേലിൽ പോയപ്പോൾ. ഈ നീലനദിയുടെ പ്രത്യേകത ചീങ്കണ്ണികളുടെ വികാരരംഗമാണ്. മനുഷ്യഗന്ധം അടിച്ച ഒറ്റ വെട്ടി വിഴുങ്ങും. കൊച്ചു കുഞ്ഞല്ലേ, 3 മാസമേ ഉള്ളൂ. ചീങ്കണ്ണികളുടെ വികാരരംഗമായ നീലനദിയിലേക്ക് ഈ കുഞ്ഞിനെ അവർ ഒഴുക്കി വിട്ടു. എന്നിട്ട് അപ്പനും അമ്മയും ഈ പെങ്ങൾ മാറി നോക്കി എന്നാ ഭവിക്കാൻ പോകുന്നതെന്ന്. പക്ഷെ ഒരു കാര്യം സംഭവിച്ചു. ഈ മോശക്കുഞ്ഞിനെ നീലനദിയിലേക്ക് വലിച്ചെറിയും മുമ്പ് സ്വർഗത്തിൽ നിന്ന് ഒരാജ്ഞ നീലനദിയിലേക്ക് പാഞ്ഞുപോയി. ആജ്ഞ ചീങ്കണ്ണികൾക്കുള്ളതായിരുന്നു, തൊട്ടുപോകരുതെന്ന്. എനിക്ക് ഇവിടെ നിന്ന് അങ്ങ് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാൻ പോവാ. നിനക്ക് വേണ്ടി അവൻ ചീങ്കണ്ണികളോട് കൽപ്പിക്കും. നിനക്ക് വേണ്ടി അവൻ ഫറവോന്റെ പുത്രിയോട് കൽപ്പിക്കും. നിനക്ക് വേണ്ടി അവൻ സിംഹത്തോട് കൽപ്പിക്കും. നിനക്ക് വേണ്ടി അവൻ കാക്കയോട് കൽപ്പിക്കും. നിനക്ക് വേണ്ടി അവൻ അധികാരികളോട് കൽപ്പിക്കും. ഇവിടെ ആരാന്നറിയില്ല. ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന
ഔദ്യോഗിക വിഷയത്തിൽ മണ്ഡലത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അവൻ നിനക്ക് വേണ്ടി മേലധികാരിയോട് കൽപ്പിക്കും, ഉന്നത ഉദ്യോഗസ്ഥനോട് കൽപ്പിക്കും. കൈകൾ അടിച്ച അന്യഭാഷയിൽ ശക്തിയോടെ കർത്താവിനെ ആരാധിച്ചേ. ഹല്ലേലൂയ. വിശ്വസിക്ക് കുഞ്ഞേ, കരയുന്ന പ്രാർത്ഥിക്ക് നിനക്ക് വേണ്ടി അവൻ ചിലരോട് കൽപ്പിക്കും. മോശക്കുഞ്ഞിനെ ഇട്ടപ്പോൾ തമ്പുരാൻ തൊട്ടുപോകരുതെന്ന് പറഞ്ഞു. ദാനിയേലിന് സിംഹക്കുഴി ഇട്ടപ്പോൾ സിംഹത്തോട് തൊട്ടു പോകരുതെന്ന് പറഞ്ഞ പോലെ ദൂതനെ അടച്ച് വായടച്ചു. സോദരൻ, ഞാൻ ഈ പറയാൻ പോകുന്നത് അതല്ല. പെങ്ങൾ നോക്കി എന്ത് ഭവിക്കും? അപ്പോൾ ആര് വന്നു? ആര് വന്നെന്ന്? ഫറവോൻ്റെ പുത്രി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ഫറവോൻ്റെ പുത്രി അന്ന് അവിടെ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മോശക്കുഞ്ഞിനെ ഒഴുക്കി വിടുവോ? ഇല്ല. നിന്റെ വഴിയല്ല ദൈവത്തിൻ്റെ വഴി, നിന്റെ പദ്ധതിയല്ല ദൈവത്തിൻ്റെ പദ്ധതി, നിന്റെ പ്ലാൻ അല്ല ദൈവത്തിൻ്റെ പ്ലാൻ. ആ കുഞ്ഞിനെ കണ്ടപ്പോൾ അവനോട് അത്ഭുതോ. എവിടുന്ന ഓർഡർ വന്നത്? ആ ഓർഡർ വന്നവളാ നിൽക്കുന്നേ. ഇവനെ കണ്ടപ്പോൾ ഒന്നിയിൽ ഇവൾ പറയേണ്ടത് വാളെടുക്കുവീൻ, വെട്ടുവീൻ, അല്ലെങ്കിൽ ആഴങ്ങളിലേക്ക് വലിച്ചെറിവീൻ. ചീങ്കണ്ണിയോട് കൽപ്പിച്ചവൻ തന്നെ ഫറവോന്റെ പുത്രിയോടും പറഞ്ഞു തൊട്ടുപോകരുതെന്ന്. തൊട്ടുപോകരുതെന്ന് പറഞ്ഞു. നിന്നെ തൊട്ടുപോകരുതെന്ന് അവൻ ചിലരോട് കൽപ്പിക്കും. അന്ധകാര വ്യാപാരങ്ങളോട് അവൻ കൽപ്പിക്കും. ദുഷ്ടാത്മസേനയോട് അവൻ കൽപ്പിക്കും. ക്ഷമ അധികാരിയോട് കൽപ്പിക്കും. ദുഷ്ടനോട് കൽപ്പിക്കും, എന്റെ അഭിഷക്തനെ തുടരുത്. എന്താ സംഭവിച്ചത്? പെങ്ങള് നോക്കി നിൽക്കുമ്പോൾ ആരാ ഇപ്പം വന്നേ? ഫറവോന്റെ പുത്രി. അവൾ വിചാരിച്ച് തീർന്നു. പിശാചത് ചെയ്തൊരു പളി. നിങ്ങൾക്ക് മനസ്സിലായോ? സാത്താൻ എന്താ ഇതൊത്തിക്കെന്നറിയോ? ചീങ്കണ്ണിയിൽ തീർന്നില്ല, ഇവൻ എവിടെ തീരണോ വെച്ചാ? ഫറവോന്റെ പുത്രിയുടെ കയ്യാൽ തീരണം. അതാ പ്ലാൻ എ ഇല്ലെങ്കിൽ പ്ലാൻ ബി. ഇവിടെ തീർന്നില്ലേ അവിടെ തീരണം. അങ്ങനെ നീ തീരില്ല. നിന്നെ തീർക്കാൻ അവൻ എന്തെല്ലാം പദ്ധതി ഓർക്കാനും ദൈവിക പദ്ധതി നിറവേറാതെ നീ തീരില്ല. സംഗതിയോടെ അന്ന ഭാഷ ദൈവത്തെ സ്തുതിച്ചോണ്ട് പറ, കർത്താവിന്റെ പദ്ധതി തീരാതെ ഞാൻ തീരില്ല. ചീസ്. കൊറോണയും ഹാർട്ട് അറ്റാക്കും എന്തെല്ലാം കഴിഞ്ഞാൽ നമ്മളിവിടെ നിൽക്കുന്നേ. നിങ്ങളുടെ മുമ്പ് നിൽക്കുന്ന ഞാനും നിങ്ങൾക്കറിയാം. ഹാർട്ട് അറ്റാക്കൊക്കെ കഴിഞ്ഞ് വന്ന് നിൽക്കുക. സ്റ്റണ്ടൊക്കെ ഇട്ടുകൊണ്ടാണ് ഈ പ്രസംഗിക്കുന്നത്. അതിനെയൊക്കെ വലിയ ശക്തിയോട് ശബ്ദത്തോടും. ദൈവീയ പദ്ധതിയുള്ള നിന്നെ തകർക്കാൻ അവൻ്റെ പദ്ധതി ഇല്ലാതെ പിശാചിന് കഴിയില്ല. ദൈവത്തിന് പദ്ധതിയിലേ നിന്നെ നിവർത്തിക്കൂ. അപ്പം ഈ മോശയുടെ പെങ്ങള് ഞെട്ടിപ്പോയി കാണും. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഇടിവെട്ടേറ്റവൻ്റെ തലേ പാമ്പ് കടിച്ചെന്ന് പോലെ. ആടയിലെപ്പം കിട്ടിയേക്കുന്നേ ബ്രായ ശിശുക്കളെ കൊല്ലണമെന്ന് ഓർഡർ ഇട്ടവൻ്റെ മോടെ കയ്യിലാണ് കിട്ടിയേക്കുന്നേ. നിന്റെ പദ്ധതിയല്ല ദൈവത്തിൻ്റെ പദ്ധതി. മോശക്കുഞ്ഞ് എവിടെ അവനെ കൊല്ലണമെന്ന് ഓർഡർ ഇട്ടോ അവൻ്റെ വീട് മുറ്റത്ത് പിച്ച വെച്ച് നടക്കണമെന്ന് തമ്പുരാൻ പദ്ധതി ഇട്ടിട്ടുണ്ട്. മോശക്കുഞ്ഞിനെ കൊല്ലാൻ ആ ഓർഡർ ഇട്ടോ അവന്റെ ഖജനാവിൽ നിന്ന് മോശക്കുഞ്ഞിന്റെ അമ്മയ്ക്ക് ശമ്പളം കൊടുക്കണമെന്ന് തമ്പുരാൻ പദ്ധതി ഇട്ടിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ കരമടിച്ചു പറ, പിശാചേ നിന്റെ പദ്ധതിയല്ല, വൈദ്യശാസ്ത്രമേ നിന്റെ പദ്ധതിയല്ല, ഡോക്ടറെ നിന്റെ പദ്ധതിയല്ല, പിശാചേ നിന്റെ പദ്ധതിയല്ല, മന്ത്രവാദി ആഭിചാരക ഊട്ടപിശാചേ നിന്റെ പദ്ധതിയല്ല. എന്റെ ദൈവത്തിന്റെ പദ്ധതി നിറവേറും. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ കയ്യിൽ മോശ എത്തിപ്പെട്ടു? അപ്പോളത്തെ നിലയിൽ
മോശയുടെ പെങ്ങൾ വിചാരിച്ച് എല്ലാം തീർന്നെന്ന്. എന്നാൽ മിസ്രൈമിലെ സകല ജ്ഞാനവും അവൻ അഭ്യസിക്കണമെങ്കിൽ അവൻ ഫറവോടെ കെത്തിയുടെ കയ്യിൽ തന്നെ ചെല്ലണം. ദൈവത്തിൻ്റെ പദ്ധതിയല്ല നിന്റെ പദ്ധതി. മിസ്രൈമിലെ സകല ജ്ഞാനവും മോശ അഭ്യസിക്കണമെങ്കിൽ അവൻ അല്പകാലം ഫറവോന്റെ കൊട്ടാരത്തിൽ പോകണം. എന്നോട് പല കുഞ്ഞുങ്ങളും ചോദിക്കുന്ന ചോദ്യമൊക്കെ ഇങ്ങനെ പരിശുദ്ധാത്മ തന്നുകൊണ്ടിരിക്കുക. നിന്നെ ദൈവം ചില വഴികളിലൂടെ നടത്തുന്നത് ദൈവത്തിൻ്റെ വഴികൾ നീ പഠിക്കുവാൻ വേണ്ടിയാണ്. സ്തോത്രം, സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞു വിടാം. അവിടുന്ന് പൗലോസ് അപ്പോസ്തലനെ പലവട്ടം ജയിലിലാകേണ്ടി വന്നു. പൗലോസ് എഫേസ്യ ലേഖനവും കാരാഗ്രഹ ലേഖനങ്ങൾ നമുക്കറിയാമല്ലോ. ഏതൊക്കെയാണ് കാരാഗ്രഹ ലേഖനം എന്നറിയാം? എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസി ലേഖനം, ഫിലമോൻ എഴുതിയ ലേഖനം. 4 ലേഖനങ്ങൾ കാരാഗ്രഹ ലേഖനങ്ങളാണ്. എന്ന് പറഞ്ഞാൽ കാരാഗ്രഹത്തിൽ കിടന്നെഴുതിയതാണ്. റോമൻ കാരാഗ്രഹത്തിൽ അടച്ചു, പലയിടത്ത് അടയ്ക്കപ്പെട്ടു പൗലോസ്. അങ്ങനെ എന്തിനാ കാരാഗ്രഹത്തിലിട്ടത്? എന്തിനാ ഇട്ടത്? സുവിശേഷം വ്യാപിക്കാതിരിക്കാൻ. നിങ്ങൾ ഓർത്ത് നോക്കണം. നമ്മുടെ വിഷയം നിനക്കെതിരായി ചെയ്യുന്ന പോലും നിന്റെ നന്മയാക്കി ദൈവം മാറ്റും. കാരാഗ്രഹത്തിൽ അടച്ചത് സുവിശേഷം വ്യാപിക്കാതിരിപ്പാനാ. പക്ഷേ അവിടെ കിടന്നുകൊണ്ട് ആ വയോവൃത്തിൽ എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്നു. കാവൽപ്പടയാളികൾ ചുറ്റും നിൽപ്പുണ്ട്. റോമൻ ഭരണാധികാരിയുടെ മൂക്കിന് താഴെ കിടന്ന് ഈ വയോധികൻ കുത്തിക്കുറിക്കുന്നത് എന്തെന്ന് അവർ കണ്ടില്ല, അവർക്ക് മനസ്സിലായില്ല. എഴുത്ത് പൂർത്തീകരിച്ചപ്പോൾ 4 ചെറുപ്പക്കാരതയെ ഒരുക്കി. ഇവർ 4 പേരും ഇത് തട്ടിപ്പറിച്ചുകൊണ്ട് 4 സ്ഥലങ്ങളിലേക്ക് പാഞ്ഞുപോയി. എനിക്കിതൊക്കെ വായിക്കുമ്പം പ്രസംഗിക്കുമ്പം കരയാതിരിക്കാൻ കഴിയില്ല. ദുഷ്ടപിശാചേ, നീ അവനെ എടുത്ത കാരാഗ്രഹത്തിലിട്ടത് സുവിശേഷം വ്യാപിക്കാതിരിക്കാനാ. പക്ഷെ നിന്റെ മൂക്കിന് താഴെ ഇരുന്നു കൊണ്ട് ഇന്നത്തെ ഹല്ലേലൂയ തിരുവനന്തപുരം AG ചർച്ചിൽ കൂടിയ ദൈവജനത്തിന് വേണ്ട ദൂത് വരെ അഭിഷക്തൻ എഴുതി കൂട്ടിയത് നിന്റെ കെങ്കരങ്ങൾ കണ്ടില്ല, നിന്റെ പടയാളികൾ കണ്ടില്ല. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയാ, ദുഷ്ടപിശാചിന്റെ സിംഹാസനം തൊട്ട് കീഴെ തന്റെ അഭിഷക്തനെ സംരക്ഷിപ്പാൻ എന്റെ ദൈവത്തിന് കഴിയോ. കരങ്ങളടി ശന്യഭാഷ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു, ശക്തിയോടെ സ്തോത്രം പറഞ്ഞു. നമുക്കെതിരായി ചെയ്യുന്ന നന്മയാക്കും ദൈവം. നമുക്കെതിരായി ചെയ്യുന്നയും നമ്മൾ നന്മയാക്കും. അന്ന് എഫെസോസി മാത്രമേ അദ്ദേഹം പ്രസംഗിക്കത്തുള്ളായിരുന്നു. പക്ഷേ അവിടെ കിടന്നപ്പോൾ ലേഖനം എഴുതി കിട്ടു. 4 പുസ്തകവും എഴുതി ബൈബിളിൽ. യോഹന്നാൻ പത്മോസിലായിരുന്നെങ്കിൽ എഫെസോസിൽ മാത്രമേ പ്രസംഗിക്കൂ. പത്മോസിലല്ലായിരുന്നെങ്കിൽ പത്മോസിൽ ചെന്നപ്പോൾ വെളിപ്പാട് പ്രാപിച്ചു. മനസ്സിലാകുന്നുണ്ടോ? കൊച്ചുങ്ങൾ പാടിയതാ, നിന്നെ തകർക്കാനുള്ള വേദന, നിന്നെ മുടിക്കാനുള്ള ശോധന, നിന്നെ പൊന്നു പോലെ പുറത്തു കൊണ്ടുവരാനോ. ഒന്നുകൂടെ കൈ ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം പറയും. പ്രസംഗത്തിൻ്റെ ആമുഖമേ ആയുള്ളൂ, അവിടെ നീട്ടിക്കൊണ്ടിരുന്നാൽ നിൽക്കില്ല. സ്തോത്രം. നമ്മുടെ കുറിവാക്യം ഒന്നുകൂടെ വായിക്കാം. 8:4 ഒന്നുകൂടെ വായിക്കാം. 8:4. അപ്പം പീഡിപ്പിച്ചത് ഒതുക്കാനാ, പക്ഷെ സഭ വ്യാപിച്ചു. ഞാൻ മുമ്പേ പറഞ്ഞു ദൈവം അനുവദിച്ച് ചിതറാൻ. അതിന് കാരണം എന്താണെന്നറിയാമോ? അപ്പോസ്തലപ്രവൃത്തി 1:8 നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ പറഞ്ഞാട്ട് നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ ദൈവം അവരെ വിളിച്ചതും അഭിഷേകം നൽകുന്നതും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷിയാകാനാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, ശക്തി വന്നപ്പോൾ, അഭിഷേകം വന്നപ്പം അവരവിടത്ത് തന്നെ കൊട്ടിപ്പാടി അങ്ങിരുന്നു. ഈ അപ്പോസ്തല പ്രവൃത്തിയൊക്കെ വായിച്ചാൽ നേരമില്ല, താഴോട്ട് വായിച്ചാൽ അപ്പോസ്തല പ്രവൃത്തി 2:41-47, 4:32-35 എല്ലാവർക്കും വളരെ കൃപ ലഭിച്ചു. അവർ വസ്തുവൊക്കെ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ച് അവിടെ തന്നെ വെപ്പും കുടിയൊക്കെയായി അവിടെ തന്നെ കിടന്നുറക്കായി. എങ്ങും ലോകം മുഴുവൻ സാക്ഷിക്കേണ്ട ദൈവസഭ ഭൂലോകം മുഴുവൻ സാക്ഷിയാകാൻ ആ പരിശുദ്ധാത്മാവിനെ കൊടുത്ത്. പക്ഷേ കയ്യടിയും പാട്ടും സന്തോഷമായപ്പോൾ അവരവിടെ തന്നെ കിടന്നുറക്കമായി. ഈ ദൈവകൃപ വ്യാപരിച്ചാലേ, ഈ അഭിഷേകം വ്യാപരിച്ചാലേ മണിക്കൂറുകൾ മിനിറ്റുകളായി തോന്നും. സ്തോത്രം കേട്ടില്ല? അല്ലാത്തടത്ത് മിനിറ്റുകൾ മണിക്കൂറായി തോന്നും.
നിങ്ങളുടെ ചർച്ചിലെ, നമ്മുടെ ചർച്ചിൻ്റെ പേര് പ്ലാമൂഡ് അല്ലേ, പ്ലാമൂഡ് AG സഭയിൽ അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിച്ചാൽ മണിക്കൂറുകൾ മിനിറ്റുകളായി തോന്നും. പോയോ, സമയം പോയോ? അല്ലാത്തവൻ ക്ലോക്കെ നോക്കി വായി നോക്കിയിരിക്കും. തീരുന്നില്ലല്ലോ. സ്തോത്രം. ദൈവശക്തി വ്യാപരിച്ചാൽ നീ എല്ലാം മറക്കും. ഞാനീ പ്രസംഗിക്കുമ്പോൾ ഹൂസ്റ്റനാണോ ഡാളസാണോ ചിക്കാഗോ ആണെന്ന് നോക്കി പ്രസംഗിക്കുന്നവനല്ല. അവിടെ എല്ലാം പോയി കഴിഞ്ഞാൽ ഇവിടെ വന്നേക്കുന്നേ. ഭൂമിയിൽ എവിടെ മലയാളി ഉണ്ടോ അവിടെ എല്ലാം പ്രസംഗിച്ച് കഴിഞ്ഞു. ഇനിയും പോവാം. അപ്പോൾ എനിക്കതുകൊണ്ട് പേടിയും ഭയമൊന്നുമില്ല. ദൈവാത്മാവ് വരുന്നൊക്കെ പറയും. ഇവിടെ വന്നിരുന്ന് ഇത് നോക്കിയിരിക്കരുത്. എന്നാണ് വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ പോരെ. പിന്നെ ചിലർക്ക് സുഖം കിട്ടുന്ന ഇവിടെ വന്ന്, അവർ വീട്ടിൽ ഉറങ്ങാനൊക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ വന്നായി ഉറങ്ങാനൊക്കുന്നത് കണ്ടോ. ചാടി മണ്ടയ്ക്ക് ചാടി വീണാലും ഞാൻ ചിലപ്പോഴൊക്കെ പറയും, ഞങ്ങൾ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ചിലർ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്ന കാണാം, ഇങ്ങോട്ട് വാ. എനിക്ക് ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ സൗകര്യമില്ലെന്ന്. പിന്നെ പാസ്റ്ററെ, നമ്മൾ ഈ ബഹളങ്ങളുടെ ഇടയിൽ ഉറങ്ങാൻ കഴിയുന്ന ഒരൊറ്റ കൂട്ടർ ഈ ഭൂമുഖത്തുണ്ടായാലും പെന്തക്കോസുകാരാ. 5000 വാട്ട്സ് വെച്ചടിച്ചാലും അതിൻ്റെ ഇടയിലിരുന്ന് ഉറങ്ങും. പണ്ടൊരു സഭ 21 ദിവസം ഉപവാസപ്രാണുണ്ട്. മയങ്ങുന്ന കണ്ടുകൊണ്ട് തന്നെ ഇത് പറയുന്നത്. ഇവിടെ 1500 പേര് പ്രസംഗിച്ചത് തോർത്തന്നെ ഉറങ്ങിയാൽ എനിക്കറിയാം. പിന്നാണെങ്കിൽ കൊച്ചിയോ. ഒരു സഭ 21 ദിവസം ഉപവാസപ്രാണം നടക്കുക. ഭയങ്കര ആരാധന, തമ്പേറടിച്ച ആരാധന. ആകെ 12 പേരേ ഉള്ളൂ. എന്തിനാ കാന്താരി അധികം? ഭയങ്കര ആരാധന. നാട്ടുകാർ പോലീസ് വിവരം അറിയിച്ചു, ഞങ്ങൾക്ക് ഉറങ്ങാൻ വയ്യാന്ന് പറഞ്ഞു. ഇവിടെ കമ്പേറടിച്ചു, ഭയങ്കര ആരാധന, ബഹളമാണെന്ന് പറഞ്ഞു. പോലീസുകാർ അന്വേഷിക്കാമെന്നും കൊണ്ട് വന്ന് നോക്കിയപ്പോൾ സത്യമാണ്, 12 പേരേ ഉള്ളൂ. തമ്പേറടിച്ചതിന് ഭയങ്കര ആരാധന. പക്ഷെ അതിനിടെ 2 പേരിന്ന് ഉറങ്ങുക. പോലീസുകാർ പറഞ്ഞു, പോയി പണി നോക്കാം, നിങ്ങൾക്ക് ഇവിടെ കിടന്നുറങ്ങാൻ വയ്യ അല്ലേ, അതിനിടെ 2 പേരിന്ന് ഉറങ്ങുന്നത്. എത്ര ഉണർവ് നടന്നാലും ചേട്ടൻ ഉറങ്ങാൻ വരും പാസ്റ്റർക്ക് പറയാൻ പേടിയുള്ള കാര്യമോ ഞാൻ പറയുന്നത്. ഞാനൊരു ഡിസ്ട്രിക്ട് പാസ്റ്റർ IPCയിലെ 41 പാസ്റ്റർമാരുടെ കൂടെ ഉണ്ട്. തൊഴിർത്ത് കാച്ചും ഞാനൊരിടത്ത് ഒരിടത്ത് പ്രസംഗിക്കാൻ പോയപ്പോഴേ ഭയങ്കര പ്രസംഗം, ജനം ഇളകുക. അതിനിടെ നോക്കിയപ്പോൾ വേറെ ആരുമല്ല, അധ്യക്ഷനിരുന്ന് കുറുക്കം വലിക്കുക. പാവം എങ്ങാണ്ട് പോയിട്ട് വന്നു. അതോ രാവിലെ എങ്ങാണ്ട് ഗുളിക ഒടിയ വാളി അടിച്ചിട്ടാണ് വരുന്നത്. ഞാൻ ഈ പ്രസംഗിക്കുമ്പോഴേ പറയും, ഇത് ഗുളികകാലമാണ്. എന്നാ കാലമാണ്? മലയാളം അറിയാൻ നിനക്ക് മനസ്സിലായി. ഗുളികകാലം എന്ന് പറഞ്ഞാൽ രാവിലെ ആഹാരത്തിന് മുമ്പ് ഒന്ന്, ആഹാരം കഴിഞ്ഞൊന്ന്, ഉച്ചയ്ക്ക് ആഹാരത്തിന് മുമ്പൊന്ന്, ആഹാരം കഴിഞ്ഞൊന്ന്, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന്, ഒത്താൽ ഉറങ്ങിയ ശേഷം ഒന്ന്. അപ്പം ഞാൻ ഒന്നെന്ന് വിളിച്ച് പറഞ്ഞപ്പോഴേ ഒരു പാസ്റ്റർ വിളിച്ചോണ്ട്, ഒന്നല്ല പാസ്റ്റർ, ഒരു പിടി. ഒന്നല്ല, തുടക്കം ഒന്നേല അച്ഛാ അല്ലേ? ഉണ്ടോ തുറക്കം ഒന്നേല. പിന്നെ അവർ പറയും 2 കഴിക്കണം, 3 നമ്മളൊക്കെ ഇത് സഹിക്കുന്നതല്ലേ അല്ലേ? പിന്നെ 4 5 6. പക്ഷെ നീ വിചാരിക്കരുത്, നീ വാരി വിഴുങ്ങുന്ന ഗുളികയുടെ ശക്തി കൊണ്ടോ, നീ പോയി കാണുന്ന ഹോസ്പിറ്റലിൻ്റെ വലിപ്പം കൊണ്ടോ, ഡോക്ടറുടെ നൽപ്പ് കൊണ്ടോ അല്ല ഇവിടെ ഇരിക്കുന്നത്. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഇല്ലാത്തതുകൊണ്ടാണ്. പോരാ, എല്ലാവരും കൈയടിച്ചോ ശക്തിയോടെ. ഇടയ്ക്കിടയ്ക്ക് ഉറക്കമൊക്കെ മാറട്ടെ. കൈകൾ അടിച്ച് അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ, പദ്ധതി തീർന്നിട്ടില്ല. അതുകൊണ്ടാ സ്തോത്രം. ഇന്നലത്തെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടു കാണും, ദീർഘായുസ്സുണ്ടാകാൻ മാർഗങ്ങൾ ഉപദേശിച്ച യോഗാചാര്യൻ, വളരെ പ്രശസ്തനായ ഒരു മനുഷ്യനാണ്. ദീർഘായുസ് ഉണ്ടാകാൻ വേണ്ടി പഠിപ്പിക്കുകയും ക്ലാസ് എടുക്കുകയും പുസ്തകം എഴുതിയ പുള്ളി 53-ാം വയസ്സിൽ അറ്റാക്ക് വന്ന് ഇന്നലെ മരിച്ചത്. ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ ഒരു അച്ചായൻ്റെ വീട് നിറയെ അദ്ദേഹത്തിൻ്റെ അലമാരി, അമേരിക്കയിൽ പോയിട്ടുള്ളവർക്ക് അറിയാം അവിടുത്തെ റൂമുകളുടെ കിച്ചൻ്റെയൊക്കെ പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ ഇതെല്ലാം ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ എന്നൊക്കെ ചെയ്യണം. എന്നിട്ട് എന്നാ പുള്ളി നാടൻ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെന്താ പറയുന്നത്, ഇന്ന ഭക്ഷണം വേണം, ഇന്നതിനോട് ചെല്ലുന്നതോടെല്ലാം പുള്ളി ഉപദേശമാണ്, ഇന്നതേ കഴിക്കാവുള്ളൂ, ഇന്നതേ കുടിക്കാവുള്ളൂ. ഞാൻ ഒരു തവണ എന്നപ്പോൾ അറിഞ്ഞു പുള്ളിക്ക് ക്യാൻസർ പിടിപെട്ടിട്ട് പുള്ളി അറിഞ്ഞു ഒന്നുമില്ല. 3 ആഴ്ചയ്ക്ക്, സാധാരണ ചിലപ്പോൾ 3 മാസമോ 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ആൾ പോയത് കേട്ടോ. അതുകൊണ്ട് ഗുളിക കഴിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ല. ഈ ഗുളികയുടെ ശക്തിയോ ഡോക്ടറുടെ നലിപ്പോ കൊണ്ടല്ല ഇവിടുന്ന് സ്തോത്രം പറയുന്നത്. ദൈവത്തിൻ്റെ കരുണ കണ്ടോ.
ഒന്നുകൂടെ കൈയൊന്ന് ഉയർത്തിയാട്ടി സ്തോത്രം എവിടെയാ? സ്തോത്രം സ്തോത്രം. ചിതറിപ്പോയവർ അവിടെ ഇവിടങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. പീലിപ്പോസ്, ഒന്നാമത്തെ വ്യക്തി പീലിപ്പോസ്. വേഗത്തിൽ നിർത്തണമല്ലോ. പീലിപ്പോസ് ശമരിയാപ്പടൽ എന്ന് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിച്ചു. ആരാണ് പീലിപ്പോസ്? 6-ാം അധ്യായം 1 മുതൽ വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 6:1 മുതൽ പെട്ടെന്ന് വായിച്ചു. പെട്ടെന്ന്. ആ ആ കണ്ടോ, ഞങ്ങൾ ദൈവനെ ഉപേക്ഷിച്ച് യോഗ്യമല്ല. ആ കേട്ടോ, ആത്മാവ് നിറഞ്ഞ, അല്ലല്ല, അത് 2 കാര്യമുണ്ട്. ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പേരെ നിങ്ങൾ തന്നെ തിരഞ്ഞുകൊള്ളുവീൻ, അവരെ ഈ വേലയ്ക്കാക്കാം. ഏത് വേലയ്ക്ക്? മേശമേലെ ശുശ്രൂഷ, വരവ് ജലകാര്യങ്ങൾ നോക്കാൻ, ഭക്ഷണം വിളമ്പി കൊടുക്കാൻ. നമ്മുടെ എന്താ പറഞ്ഞ കമ്മിറ്റി. പക്ഷെ അവരുടെ യോഗ്യത എന്താ? സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പേർ. ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നം അതാ, ഇത്തരക്കാരെ കിട്ടാനില്ല. കൗൺസിലും അങ്ങനെയുള്ളവർ പോകുന്നില്ല. ഞാൻ 18 വർഷം IPC കൗൺസിലായിരുന്നു. അവർ പോകുന്നില്ല, കാരണം അങ്ങോട്ട് പോകാനൊക്കത്തില്ല. അതുകൊണ്ട് സ്വോത്രവും പോയി, അല്ലെങ്കിൽ ഞാൻ പോയില്ല. ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള ഉണ്ട്. അപ്പം പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ സെഫാനോസിനെ കുറിച്ച് എഴുതിയേക്കുന്ന അങ്ങനെ, ജ്ഞാനമുള്ള, ആത്മനിറവുള്ള. അപ്പം അന്നത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നു. ഭക്ഷണം മേശയിൽ സൂക്ഷിപ്പാൻ പോലും എന്തോ വേണമായിരുന്നു? ആത്മാവുള്ളവൻ, ജ്ഞാനമുള്ളവൻ. ഈ വെളിവും തെളിവുള്ളവനായിരിക്കണം സെക്രട്ടറിയും ഖജാൻജിയൊക്കെ ആകാൻ. അത്രയും പറയാതിരിക്കുക, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ആത്മാവ് നിറഞ്ഞവൻ. ഉണ്ണുണ്ണി സാറിൻ്റെ കാലത്ത് കുമ്പനാട് പന്തൽ, അന്നത്തെ കാലമൊക്കെ നിങ്ങൾക്കറിയാം. അന്നൊക്കെ ഈ കമുകും ഓലയെല്ലാം കൊണ്ടുവന്നിട്ട് വിശ്വാസികൾ തന്നെ പന്തലിടും. നമ്മുടെയൊക്കെ ഞാൻ ഇത് ജനിച്ചു വളർന്നവനാണ്. പണ്ടൊക്കെ പായ്ക്കാതെ അല്ലേ അച്ഛാ, പായൊന്നും ഇല്ലായിരുന്നു. പിന്നെന്തോ ഉണ്ടായിരുന്നേ? ഓല കൊണ്ടിട്ടല്ല, മാരാമൺ പോലെ ഓലപ്പുറത്തായിരിക്കുന്നത്. ഇപ്പം നമുക്ക് AC സംവിധാനമാണ് പലയിടത്തും. ഈ കൺവെൻഷൻ പന്തൽ പോലും AC ആയി കഴിഞ്ഞു. പക്ഷെ ആ ഓലക്കീറിലിരുന്ന് അനുഭവിച്ച ദൈവസാന്നിധ്യം ഇന്നുണ്ടോ? അപ്പം അന്ന് ഉണ്ണുണ്ണി സാറിൻ്റെ കാലത്ത് പന്തൽ കുമ്പനായിടും, നേരത്തെ പന്തലിടും. അപ്പം പലയിടത്തു നിന്നും പോയി യാചിച്ച ഓലയൊക്കെ സ്വീകരിച്ച് മടങ്ങി വന്ന് ഇടുക. അപ്പോൾ ഒരുത്തനിരുന്ന് കുഴിക്കുക പന്തലിൻ്റെ തൂണ്. അപ്പോൾ അപ്പച്ചൻ ചെന്നിട്ട് ചോദിച്ചു, നിൻ്റെ പേരെന്തോടാ? പേരൊക്കെ പറഞ്ഞു. കുഴിച്ചുകൊണ്ടിരിക്കുന്നു. ചോദിച്ചു, അഭിഷേകം പ്രാപിച്ചാണോടാന്ന് ചോദിച്ചു. എന്തിനാ? കുമ്പനാട് പന്തലിന് തൂണ് നാട്ടാൻ കുഴിച്ചുകൊണ്ടിരുന്നോട് ചോദിച്ചാൽ അഭിഷേകം പ്രാപിച്ചാണോടാ? അവൻ പറഞ്ഞു, ഇല്ല അപ്പച്ച, ആദ്യം പോയി നീ അഭിഷേകം പ്രാപിക്കടാ, എന്നിട്ട് വന്ന് പന്തലിന് കുഴിക്കടാ. കണ്ടോ, അന്ന് അതായിരുന്നു പെന്തക്കോസ്. പന്തലിന് കുഴിക്കണമെങ്കിൽ കുഴിയെടുക്കണേ, അഭിഷേകം പ്രാപിക്കണം. അപ്പച്ചാ, ഇന്നത്തെ കൗൺസിലങ്ങൾ എത്ര പേരുണ്ട് അഭിഷേകം പ്രാപിച്ചവർ? സ്തോത്രം. ആത്മാഭിഷേകം നമ്മളെ വ്യത്യസ്തരാക്കുന്നത് പണമല്ലെന്നേ. കൃപയായി റോഡ് സൈഡിൽ അന്ന് വാങ്ങിച്ചുകൊണ്ട് കിട്ടി. ഇതൊക്കെ നല്ല കാര്യമാണ്. ഇതൊന്നും അല്ല. ഇതിനകത്ത് ആൾ വരണം ഈ കെട്ടിടത്തിന് വലിപ്പം കൊണ്ടൊന്നും അല്ല. ഒന്നുകൂടെ ഞാൻ പറയാം, പെന്തക്കോസ്റ്റിലെ ആൾ വരുന്നത് നിന്റെ ഹോളിൻ്റെ വലിപ്പം കണ്ടോണ്ടല്ല, ഓഡിറ്റോറിയത്തിൻ്റെ വലിപ്പം കണ്ടോണ്ടല്ല. ഹല്ലേലൂയ. ഇവിടെ വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ വലിപ്പം കണ്ടുകൊണ്ടാണ്. കരമടിച്ച് സ്തോത്രം പറയാൻ കഴിയുമോ? നമ്മളെങ്ങനെ ഇവിടെ വന്നേ? ഈ ഇരിക്കുന്ന ദൈവജനം ഇവിടെ വന്നത് ഹോളിന്റെ വലിപ്പം കണ്ടല്ല, ഓഡിറ്റോറിയത്തിന് വലിപ്പം കണ്ടല്ല. പെന്തക്കോസ്തുകാരാ, ഇതിനകത്ത് വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി കണ്ടുകൊണ്ടാ. ഇതെല്ലാം വേണ്ടാന്നൊന്നും ഞാൻ പറഞ്ഞില്ല, എല്ലാം വേണം. പക്ഷെ അഭിഷേകമുള്ളവൻ, ജ്ഞാനമുള്ളവൻ, നല്ല സാക്ഷ്യമുള്ളവനെ തിരഞ്ഞെടുക്കാം. വായിച്ചോ, പെട്ടെന്ന് സമയം പോകുന്നുണ്ടാവും. വാക്കാന്ന് പറഞ്ഞു. അവർ ആരെയൊക്കെ തിരഞ്ഞെടുത്തു? വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. അടുത്തത് ഞങ്ങളോ പ്രാർത്ഥനയിലും. അപ്പം ഞങ്ങൾ പ്രാർത്ഥന ചെയ്തോളാം, വചനശുശ്രൂഷ ചെയ്തോളാം.
മോനെ ആ വാക്യമാക്കിയിട്ടേ അപ്പോൾ എത്ര പേരെ തിരഞ്ഞെടുത്തു? അടുത്ത വാക്യം വായിച്ചേ, അടുത്തത് ഇച്ചിരി വായിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഒന്ന് പെട്ടെന്ന് നോക്കിയേ, ട്രൈ നോക്ക്. പിള്ളേർക്കൊക്കെ ഇടാൻ പറ്റിയ പേരതിനകത്തുണ്ട്, അതുകൊണ്ടാണ്. വായിച്ചേ. ഉണ്ട് അവിടെ പിന്നെ വിശ്വാസവും കൂടെ വന്നു. പരിശുദ്ധാത്മാവും നിറഞ്ഞ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ്. കണ്ടോ, 7 പേരെ തിരഞ്ഞെടുത്തു. അവരിൽ ആദ്യത്തെ 2 പേരാണ് ആരൊക്കെ? ഞാനിപ്പം പറഞ്ഞത് ഫിലിപ്പോസിനെ കുറിച്ച്. ആരൊക്കെയാ? സ്തെഫാനോസും. നിങ്ങൾ മനസ്സിലാക്കുക, മേശമേൽ ശുശ്രൂഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ, ആത്മാവും ജ്ഞാനവും നല്ല സാക്ഷ്യമുള്ളവർ, വിശ്വാസവും പരിശുദ്ധാത്മ നിറവുമുള്ളവർ. പെന്തക്കോസ്തിൻ്റെ ആദ്യകാല അനുഭവം എന്താണെന്ന് പഠിച്ചോണം. സ്തോത്രം. 7 പേരെ തിരഞ്ഞെടുത്തു. എന്നിട്ട് അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങളോ പ്രാർത്ഥനയിലും ഇങ്ങോട്ട് പ്രാർത്ഥിക്കാനും പ്രസംഗിക്കാനും ഒന്നും നിങ്ങൾ വരണ്ട, നിങ്ങൾ മേശമേൽ സൂക്ഷിച്ച് അപ്പം വിളമ്പിക്കൊടുത്ത് ഫുഡും വിളമ്പിക്കൊടുത്തൊക്കെ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട 7 പേരിൽ 2 പേരെ ദൈവം മുന്നിൽ കൊണ്ടുവന്നു. അതിലൊരുത്തനാണ് സ്തെഫാനോസ്, മറ്റൊരുവനാണ് ഫിലിപ്പോസ്. ഇന്ന് രാവിലെ ഞാൻ സഭയോട് പറയാം, ദൈവദാസന്മാരോട് പറയാം, ദൈവ കുഞ്ഞുങ്ങളോട് പറയാം, ലോകത്തിൽ ആരെല്ലാം നിന്നെ ഒതുക്കാൻ നോക്കിയാലും നിന്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ നീ ഒതുക്കപ്പെടില്ല. ദൈവം നിന്നെ മുന്നണിയിൽ കൊണ്ടുവരും. വാ തുറന്നോ, ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ, ദൈവകൃപ നിന്റെ മേലുണ്ടെങ്കിൽ, ദൈവം നിന്നെ നോട്ടമിട്ടിട്ടുണ്ടെങ്കിൽ, നിനക്ക് ദൈവം ഒരു നിയോഗം തന്നിട്ടുണ്ട്, നിന്റെ തലമുറയെ ദൈവം കണ്ടിട്ടുണ്ട്. ലോകത്തിൽ ആരെല്ലാം എവിടൊക്കെ നിന്നെ ഒതുക്കാൻ നോക്കിയാലും നീ ഒതുങ്ങിപ്പോകില്ല. ഒരു പ്രിസ്ബിറ്ററിക്കും ഒരു നേതാവിനും ഒരു സെൻട്രൽ പാസ്റ്റർക്കും നിന്നെ ഒതുക്കാൻ കഴിയില്ല. ശക്തിയോടെ കരമടിച്ച് അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്ത്. ദൈവം കണ്ടവനെ, ദൈവകൃപയുള്ളവനെ, അഭിഷേകമുള്ളവനെ, ദൈവം വിളിച്ചവനെ ഒതുക്കാൻ ഒരു ശക്തിയും കഴിയില്ല. ആരെല്ലാം നിന്നെ ഒതുക്കാൻ നോക്കിയാലും ദൈവം നിന്നെ കണ്ടെങ്കിൽ നിന്നെ സമയത്ത് ദൈവം മുന്നണിയിൽ കൊണ്ടുവരും. ദാവീദിനെ ദൈവം കണ്ടെങ്കിൽ നീ മുന്നിൽ വരാൻ ഗോലിയാത്തിനെ ദൈവം കണ്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പാസ്റ്റേഴ്സിന് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പം കർത്താവ് പറഞ്ഞു, വേദി കിട്ടിയിട്ട് ദൂതൊരുക്കാൻ നോക്കാതെ ദൂതൊരുക്കിക്കൊള്ളുക, വേദി കർത്താവ് തന്നുകൊള്ളും. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? വേദി കിട്ടിയിട്ട് ഇപ്പം പ്രസംഗം ഒരുക്കുന്ന നോ. വേദി കിട്ടിയിട്ട് ദൂതൊരുക്കാൻ കാത്തു നിൽക്കരുത്, ദൂതൊരുക്കിക്കൊള്ളുക, വേദി ദൈവം നോക്കി വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ കൈയടിച്ചോ, ശക്തിയോടെ സ്തോത്രം പറ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവനാ, കണ്ണിൻ മണി പോലെ കാക്കാൻ ശക്തനാ. നിന്നെ ദൈവം വിളിച്ചെങ്കിൽ നിനക്ക് മാത്രം ചെയ്യാനൊരു ശുശ്രൂഷ നൽകിയിട്ടുണ്ട്. ആരൊക്കെ നിന്നെ ഒതുക്കിയാലും, ആരൊക്കെ മാറ്റി നിർത്തിയാലും, ആരെല്ലാം പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും, ആരെല്ലാം അടിച്ചിരുത്താൻ നോക്കിയാലും, ആരെല്ലാം ഒതുക്കാൻ നോക്കിയാലും ദൈവം നിന്നെ കൊണ്ടുവരേണ്ടടുത്ത് കൊണ്ടുവരും. പോരാ, ശക്തിയോടെ കൈയടിച്ചോ, ആരാധിച്ചോ. ദൈവത്തിന്റെ ദാസനായ ദാവീദിനെ ആരൊക്കെ ഒതുക്കാൻ നോക്കിയാലും, അപ്പം കാട്ടി പറഞ്ഞു വിട്ടാലും, ശൗമേൽ എന്ന പ്രവാചകന്റെ ലിസ്റ്റിൽ നീ ഇല്ലെങ്കിലും തമ്പുരാന്റെ ലിസ്റ്റിൽ നീ ഉണ്ടെങ്കിൽ നീ പുറത്തു വന്നിരിക്കും. ഒന്നോ എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയും. ജീസസ്, ഹല്ലേലൂയ. 7 പേർ ഒതുക്കപ്പെട്ട 7 പേരിൽ 2 പേർ സ്തെഫാനോസും ഫിലിപ്പോസും. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് യേശുവിനെ പ്രസംഗിച്ചു. അവൻ പറയുന്ന ഏകമനസ്സോട് ജനം പ്രസംഗം കേട്ടു. അവൻ ചെയ്യുന്ന അത്ഭുതങ്ങൾ അടയാളങ്ങൾ കണ്ടപ്പോൾ അവർ കൂട്ടത്തോട് വന്ന് സ്നാനമേറ്റു. 2ാമത്തെ പദം, ആ പദമൊന്നും മറക്കരുത്. 1 ഫിലിപ്പോസ് എവിടെ ചെന്നു? ശമരിയ. എന്താ ശമരിയപ്പെടുന്ന പ്രത്യേകത? ശമര്യരുമായ യഹൂദന്മാർക്ക് സമ്പർക്കമില്ലായിരുന്നു. സ്തോത്രം. നമ്മുടെ കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 4:3, നീ യഹൂദനായിരിക്കെ നീ എന്നോട് വെള്ളം ചോദിക്കുന്ന എന്തെന്ന് ശമര്യക്കാരി ചോദിച്ചു. അപ്പോസ്തലപ്രവൃത്തി 1:8, നിങ്ങൾ യെരുശലേമിലും യഹൂദിയിലും ശമരിയിലും പോകണം. പ്രത്യേകം കർത്താവ് പറഞ്ഞ് അവിടെയും കയറണമെന്ന്. സ്തോത്രം. സുവിശേഷം വേർപാടെന്ന് അടിച്ചവർ ഇടിക്കുന്നതാണ്. സുവിശേഷം ജാതിയും മതമൊന്നുമില്ല. സുവിശേഷം വേർപാടെന്ന് അടിച്ചവർ ഇടിച്ചു. അത് ഇടിക്കണം നമ്മൾ. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലല്ലോ. എൻ്റെ ആലയം
സകല ജാതികൾക്കുമുള്ള, മനസ്സിലായോ? ഇത് സകല ജാതികൾക്കുമുള്ളതാണ്. ഈ മക്ക സൗദി അറേബ്യയിൽ പല പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഈ മക്ക മദീന റോഡിലോട്ട് പോയിട്ടുള്ളവർക്ക് അറിയാം, അവിടെ ജോലി ചെയ്തൊക്കെ ഇവിടെ കാണും. തിരിയുമ്പം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 2 റോഡായി ഡൈവേർട്ട് ചെയ്യുക. അമുസ്ലിങ്ങൾ ഈ റോഡിലേക്ക് കയറരുത്, മുസ്ലിങ്ങളല്ലാത്തവർ മക്കയിലേക്കുള്ള റോഡിൽ പ്രവേശിക്കരുതെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. കേരളത്തിലെ ചില അമ്പലങ്ങളിൽ ചെന്നാൽ എഴുതിയിട്ടുണ്ട് ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല, ഹിന്ദുക്കൾ മാത്രമുണ്ട്. സ്തോത്രം. ചിലയിടത്ത് എഴുതി വെച്ചിട്ടുണ്ട് പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. എന്നാൽ വേദപുസ്തകം പറയുന്നു, നമ്മുടെ കർത്താവ് പറഞ്ഞു, എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം. വേർപാടിനെ ഇടിച്ചു കളഞ്ഞു. യേശുവിന് മതമില്ല, ജാതിയില്ല. അവൻ സകല പൂസിമാസ്വാസികളുടെയും ദൈവമാണ്. സഭാരാധനാ ഹോളിൽ നിറം വെച്ച് നോക്കിയും പണം നോക്കിയുമൊന്നും പ്രവേശനം നിഷേധിക്കരുത്. അങ്ങനെയാണെങ്കിൽ 5 സ്റ്റാർ ഹോട്ടൽ തുടങ്ങിക്കോണം. സ്തോത്രം. ഒരു ഹോസ്പിറ്റലാണ് തുടങ്ങിയെങ്കിൽ അവിടെ സകല ദീനക്കാരും വരും. ഇത് സകല ദീനക്കാരും വന്ന് സൗഖ്യമാകാനുള്ള ദൈവത്തിൻ്റെ ഡിസ്പെൻസറിയാ. ആബാ ശകന. ശക്തിയോട് കരമടിച്ചോ. ഉണർവ് ഇന്ന് തൊഴിൽ അടങ്ങി വെക്കട്ടെ. ഈ ദൈവദാസം വെറുതെ ഉപസിക്കുകയല്ല, സഭ വെറുതെ കരയല്ല. കാലം കുറെ ആയി കാണും. ഉണർവ് ആരംഭിക്കണം. ഒഴുകിയ ആത്മാക്കൾ വരണം. എൻ്റെ ആലയം സകല ജാതികൾക്കുള്ള പ്രാർത്ഥനാലയം. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയെന്ന് കർത്താവ് പറഞ്ഞു. നോ 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 നോ, സകല ജാതികൾ ഒഴുകി വരട്ടെ. ധനവാനും ദരിദ്രനും വേണ്ടി ഊറ്റിയത് ഒരേ രക്തമാണ്. സ്തോത്രം. ശമരിയ പട്ടണം. അവിടെ മറ്റൊരു വലിയ മർമ്മമുണ്ട്, അതുകൂടെ പറഞ്ഞ് നിർത്താൻ നമുക്ക് സമയം പോകുന്നു. എന്താ ഈ ശമരിയ പട്ടണത്തിൻ്റെ പ്രത്യേകത? അവിടെ ഈ പാവപ്പെട്ട ഉപദേശി എന്നു പേരില്ലാത്തവൻ, റവയല്ല ഡോയല്ല. അതായത് മറ്റപ്പോസ്തലന്മാരെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യം ഈ 2 പേരെ കൊണ്ട് ദൈവം ചെയ്തു. അതാ ഞാൻ പറഞ്ഞേ. പേരുള്ള പെരുമയുള്ള അവരെക്കുറിച്ച് കേൾക്കാത്ത നമ്മൾ കേൾക്കുന്നവരെ കുറിച്ച്. വായിച്ചേ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 51 മുതൽ വായിച്ചേ. എന്താ ഈ ശമരിയപ്പെട്ട പ്രത്യേകത? പെട്ടെന്ന് വായിച്ചാട് ആ കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. 9:51 ലൂക്കോസ് 9:51 പെട്ടെന്ന്. ആ യെസ്. കണ്ടോ, ശമരിയക്കാട് തിന്നു. സുവിശേഷത്തിലെ കാര്യമാണ്, അപ്പോസ്തല പ്രവൃത്തിക്ക് മുമ്പുള്ള കാര്യമാണ്. വായിച്ചോ. ആരെ കൈക്കൊണ്ടില്ല? കർത്താവിനെ കൈക്കൊണ്ടില്ല. അല്ലെ, അവരെ കർത്താവ് അയച്ചവരെ കൈക്കൊണ്ടില്ല. 2 പേരെ ദൈവം അയച്ചു. അതാരൊക്കെയാന്ന് അടുത്ത കാണാം. കർത്താവ് അയച്ചവരെ, വട്ടം കൂട്ടാൻ അയച്ചവരെ ശമരിയ പട്ടണക്കാർ കൈക്കൊണ്ടില്ല. ഉടനെ അടുത്ത വാക്യം വായിച്ചു. അതവൻ്റെ ശിഷ്യന്മാരായ അപ്പം പോയവരാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആരൊക്കെയാ പോയേ? യാക്കോവും കണ്ടിട്ട്. വായിച്ചു. കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് തീയിറങ്ങി ഇവരെ നശിപ്പിക്കാൻ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. അപ്പം ഈ പീലിപ്പോസ് അവിടെ പോകും മുമ്പ് ആര് പോയതാ പറയുന്നേ? യാക്കോവും പേരെഴുതപ്പെട്ട 2 ശിഷ്യന്മാർ, 2 വൻപന്മാർ, 2 വലിയ അപ്പോസ്തലന്മാർ പോയിട്ട് ഒന്നും നടക്കാത്തിടത്തേക്കാ ദൈവകൃപയുള്ള പീലിപ്പോസിനെ ദൈവം അയച്ചത്. യുവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നേക്കാൾ പേരുള്ള, നിന്നേക്കാൾ പെരുമയുള്ള ചിലർ പോയിട്ട് ഒന്നും നടക്കാത്തിടത്ത് അഭിഷേകമുള്ള നിന്നെ അയച്ച്, ദൈവകൃപയുള്ള നിന്നെ അയച്ച് ദൈവം ചില കാര്യങ്ങൾ ചെയ്തെടുക്കും. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? കരമടിച്ചോ, അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചോ, ശക്തിയോടെ ആത്മാവിൽ പറ. എന്നേക്കാൾ പ്രശസ്തന്മാർ, എന്നേക്കാൾ പേരുള്ളവർ, എന്നേക്കാൾ പെരുമയുള്ളവർ പോയി ഒന്നും നടക്കാത്തിടത്ത് അഭിഷേകമുള്ള, കൃപയുള്ള, നിയോഗമുള്ള എന്നെ അയച്ച് ദൈവം ചില കാര്യങ്ങൾ ചെയ്യും. വിശ്വസിച്ചോണം. ദൈവം നിന്നെ ഒരിടത്ത് അയക്കുമ്പം, കർത്താവേ എന്നേക്കാൾ പേരുള്ളവരിരുന്നതാ, എന്നേക്കാൾ പ്രസിദ്ധന്മാർ പോയതാ, അവിടെ ഒന്നും നടന്നില്ല, നീ ഭാരപ്പെടേണ്ട. ദൈവമാണ് നിയോഗം ചെയ്ത് അയക്കുന്നതെങ്കിൽ അവരെ കൊണ്ട് സാധിക്കാത്തത് ദൈവം നിന്നെ കൊണ്ട് സാധിപ്പിക്കും.
കർത്താവിൻ്റെ അഭിഷേകത്തിനോടും ദൈവാത്മാവ് ദൂത് പറയുക, നിന്നെക്കൊണ്ട് പല ഉന്നതന്മാരെ കൊണ്ട് സാധിക്കാത്തത് കരയുന്ന നിന്നെക്കൊണ്ട്, പ്രാർത്ഥിക്കുന്ന നിന്നെക്കൊണ്ട്, അഭിഷേകമുള്ള നിന്നെക്കൊണ്ട് ദൈവം സാധിപ്പിക്കും. ശക്തിയോടെ കൈയടിച്ച് വാ തുറന്ന യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് പറ, പേരുള്ള ദൈവം നോക്കുന്നത്, പെരുമയല്ല ദൈവം നോക്കുന്നത്, സമർപ്പണമാണ് നോക്കുന്നത്, താഴ്മയാ ദൈവം നോക്കുന്നത്. ദൈവകരത്തിൽ എടുപ്പിക്കപ്പെടുന്നവനെ കൊണ്ടാ ദൈവം വലിയ ചെയ്യുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ തലയിൽ ഞാൻ കൈവെക്കലെന്നല്ലേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് നിങ്ങളോടെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. അപ്പം അവരവനെ കൈക്കൊണ്ടില്ല, യാക്കോബിനെ യോഹന്നാനെ കൈക്കൊണ്ടില്ല. ഉടനെ അവർ ചോദിക്കുക കർത്താവിനോട്, കർത്താവേ, ഏലിയാവ് ചെയ്ത പോലെ ആകാശത്ത് നിന്ന് തീയിറങ്ങി അവരെ നശിപ്പിക്കാൻ പറയുന്നത് നിനക്ക് സമ്മതം ചോദിച്ചു. അടുത്ത വാക്യം വായിച്ചു പെട്ടെന്ന്. യേശു അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു, നിങ്ങൾ ഏതാത്മാവിന് അധീനെന്ന് അറിയുന്നത്. മനുഷ്യപുത്രൻ മനുഷ്യൻ്റെ ആത്മാവിനെ നശിപ്പിക്കാനല്ല രക്ഷിപ്പാനത്രേ വന്നത്. അവൻ തിരിഞ്ഞവരെ എന്ന് പറഞ്ഞെന്തുവാ? തിരിഞ്ഞ് ശാസിച്ചെന്ന് പറഞ്ഞെന്തുവാ? കർത്താവ് തിരിഞ്ഞിട്ട് പറഞ്ഞു പിശാചയെന്ന്. അനക്കമില്ലല്ലോ. അതാ ശാസിക്കുന്നല്ല. എന്തുവാ? ആരെയാ ശാസിച്ചേ? പറയുന്നേ അപ്പോസ്തലന്മാർ രണ്ടെണ്ണത്തെ. കർത്താവ് ചോദിച്ചത് നിങ്ങൾ ഏതാത്മാവിനധീനരെന്ന്. അവൻ കർത്താവിൻ്റെ കൂടെ നടന്നവൻ എന്നാ കയറി? ഒന്ന് പറ ദൈവദാസന്മാരെ. അങ്ങനെ തന്നെ പറ. കർത്താവിൻ്റെ കൂടെ നടന്നവൻ എന്താ കയറി? വേറെ ആത്മാവ്. എടാ, കർത്താവിൻ്റെ കൂടെ നടന്നവന് വേറെ ആത്മാവ് കയറിയെങ്കിൽ വല്ലപ്പോഴും സഭായോഗത്തിന് വരുന്നവന് കയറാതിരിക്കൂ. ഭാവിന് സംക്രാന്തിക്ക് സഭായോഗത്തിന് വന്നിരിക്കും പറയും. കൂടെ നടന്നവന് കയറി. ഞാനിപ്പോഴത്തെ കാര്യങ്ങളൊന്നും ചർച്ചിക്കുന്നില്ല. പിശാച് ആരിലും കയറും. അവസരം കൊടുത്താൽ ഏത് അപ്പോസ്തലനിലും കയറും, ഏത് പ്രവാചകനിലും കയറും, ഏത് പ്രസംഗിലും കയറും. ആ അവസരം കൊടുക്കരുത്. സ്റ്റേജിൽ നിൽക്കുമ്പോഴും കയറും. സ്വോത്രം സ്വോത്രം. പിശാചിന് ഇടം കൊടുക്കരുത്. അവൻ വിനാശക പർവ്വതമാണ്. അവൻ ഉപായത്താൽ ചതിക്കുന്നവനാണ്. സംഹാരകനാണവൻ. സംഹാരകൻ നിനക്കേറെ കയറി വരുന്നു. കോട്ട പല കുടുംബങ്ങൾക്ക് നേരെ സംഹാരം കയറുന്നുണ്ട്. ഒന്നിച്ചെതിർത്തോണം. കൈകോട് കൈ കോർത്ത് പിടിച്ചോണം. യോബിൻ്റെ കുടുംബത്തിന് പറ്റിയത് ഞാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവ് ഓരോ വാക്കും പറഞ്ഞു തന്നിരിക്കുക. നമുക്ക് പറ്റരുത്. ഒരു കുടുംബം എന്തായിരിക്കണം എന്നുള്ള തെളിവാണ് യോബിൻ്റെ കുടുംബം. എങ്ങനെ ആകരുത് എന്നുള്ള തെളിവാണ്. ഐക്യതയും സ്നേഹവും പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയും ഒക്കെ ഉള്ള കുടുംബമാണ്. പക്ഷേ സാത്താൻ അവർക്കെതിരെ വാടകോരിയപ്പോൾ അവർക്ക് ഒന്നിച്ചെതിർക്കാൻ കഴിഞ്ഞില്ല. ദുഷ്ടപിശാച് നിനക്കരുത്, എൻ്റെ കുടുംബത്തിനെതിരെ വരുമ്പോൾ തമ്മിൽ കുറ്റപ്പെടുത്തരുത്. കൈയോട് കൈ കോർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ തിന്മകളെ എതിർത്തോണം. അവനെതിരെ പോരാടിക്കോണം. ആ ഭാഷ എതിർത്ത് നിൽക്കുകയും സാത്താൻ ഓടിപ്പോവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. അവൻ തന്ത്രശാലിയാണ്. അവൻ ഉപായത്താൽ ചതിക്കുന്നവനാണ്. ഒരു തെളിവൂടെ ഞാൻ പറയാം. മത്തായി സുവിശേഷം 16:13 മുതൽ വായിച്ചാൽ കർത്താവിനെ കുറിച്ച് പലതും പറയുന്നെന്ന് പറഞ്ഞു. അപ്പം കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, അവരുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, നിങ്ങൾ എന്നെക്കുറിച്ച് പറയുന്നു. ഉടനെ ഞാൻ പറഞ്ഞ 21 മുതലെങ്കിലും വായിക്കാൻ എടുത്ത് നോക്കണം. 21 എടുത്ത് വെച്ചിട്ട് ഞാൻ പറയും വായിച്ചാൽ മതി. ഉടനെ പത്രോസ് പറഞ്ഞു, എന്താ പറഞ്ഞത്? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഉടനെ കർത്താവ് എന്ത് പറഞ്ഞു? പറയുവാൻ ശിമോനെ വായിക്കേ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ ഇതൊക്കെ വെളിപ്പെടുത്തിയത്. അത്രേ പറഞ്ഞതുള്ളൂ. അവനെ വാക്യം പോയോ? ഇട്ടേ, ഞാൻ പറഞ്ഞ വാക്യം ഇട്ടു. അത്രയും പറഞ്ഞതേ ഉള്ളൂ. പത്രോസ് 90 ഡിഗ്രി അങ്ങ് പൊങ്ങി. 90 ഡിഗ്രി പൊങ്ങി. കർത്താവ് അടുത്ത് അന്ന് മുതൽ മോനെ കറണ്ട് പോയോടാ. അന്ന് മുതൽ യേശു വായിച്ച 21 വായിച്ച് നിങ്ങൾ വായിക്കേ. ഇടയ്ക്ക് ഇത് പോകുന്ന ചെന്നിട്ട്
തുടങ്ങി അടുത്ത വാക്യം. കർത്താവ് ഇങ്ങനൊക്കെ പറഞ്ഞപ്പം പത്രോസ് കൈക്ക് പിടിച്ച് കർത്താവിനെ വേറിട്ട് കൊണ്ടുപോയി. വായിച്ചോ ആൻറ്റി, വായിച്ചോ. ആരാ? കർത്താവേ, അതരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ആരെ ശാസിച്ചു തുടങ്ങി? അവനിപ്പോൾ കർത്താവിനെ ശാസിക്കുക. കുറേ എണ്ണ ഇറങ്ങിയിട്ടുണ്ട്. കൃപയെ നിന്നോണം ഏജിക്കാരെ. കർത്താവിനെ ശാസിക്കുന്നവർ കൊണ്ടുപോവാ. കണ്ടിട്ടില്ലയോ എവിടാണ് യേശു? കർത്താവിനെ പിടിച്ചുകൊണ്ട് പോയി ശാസിച്ചു. കർത്താവേ, അതരുത്, നിനക്കങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി. ബാക്കി പെട്ടെന്ന് വായിക്കേ. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, കിട്ടിയോ? സാത്താനെ, എന്നെ വിട്ടുപോ. സാത്താനെ ശാസിക്കുമ്പോഴൊക്കെ ഇച്ചിരി ശക്തിയോടൊക്കെ ശാസിച്ചോണം. പക്ഷെ വെപ്പുവല്ലാണ് സൂക്ഷിച്ചോണം. ആളൊരു ഉപദേശി ശാസിക്കാൻ വന്നു. പുള്ളി പെട്ടെന്ന് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ശാസിക്കാൻ തുടങ്ങും. പല്ലിൻ്റെ കാര്യം എടുത്തു. യേശുവിന് പല്ല് തെറിക്കരുത്. നിന്റെ ഈ ശക്തിയൊന്നും കൊണ്ടല്ല അവൻ ഓടുന്നേ. നീ കിടന്ന് അമറുവൊന്നും വേണ്ട. കൃപയുടെ അഭിഷേകം ഉണ്ട്, നീ കൈ നീട്ടിയാൽ മതി, അവനിട്ട് ഓടിപ്പോവും. നമ്മൾ വിചാരിക്കും നമ്മുടെ ശാസനയുടെ ശക്തി. വേണ്ട 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 വേണ്ട. കൃപയുടെ നിറവിലാണ്. നോക്കിയാൽ മതി, കൈ ചൂണ്ടിയാൽ മതി, കൈയടിച്ച് ശക്തിയോടെ സ്തോത്രം പറ. നീ കൈ നീട്ടിയാൽ മതി. വിട്ടുപോ സാത്താൻ എന്ന് പറഞ്ഞാൽ മതി. ഓ ചൂടാമാ ശബ്ദാനതി. ഹല്ലേലൂയ. നിന്റെ ശാസനയുടെ ശക്തി അനുസരിച്ചല്ല അവൻ വിട്ടുപോകുന്നു. കൃപയുടെ ശക്തിയാ. സ്തോത്രം. ഭാവിശാചെന്ന് പറഞ്ഞു. അപ്പം പത്രോസിൽ എന്തോ കയറി? ഉറക്കെ പറ. സാത്താൻ. അതാ മോളെ നീ പറഞ്ഞ കറക്റ്റ്. വലിയ പത്രോസി, വലിയ 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 പുള്ളി കയറിയെന്ന്. അതാ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസരം കൊടുത്താൽ ഏത് വലിയ പുള്ളിയിലും സാത്താൻ കയറും. സൂക്ഷിച്ചോണം. എന്താ പ്രശ്നമെന്നറിയാവോ? നിങ്ങളുടെ ഉള്ളിൽ ഇത് കയറണം. പ്രശ്നം ഇത്രയേ ഉള്ളൂ. അമ്പുരാൻ പറഞ്ഞു, നീ ഭാഗ്യവാനാ. ജഡരക്തം അല്ലത് വെളിപ്പെടുത്തിയേ, സ്വർഗസ്ഥനായ പിതാവാ. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നീ കെട്ടുന്നത്, നീ അഴിക്കുന്നത്. ഇത്രയാണ് പുള്ളി 90 ഡിഗ്രി പൊങ്ങി. എവിടെ പൊക്കം വരുമോ അവിടെ സാത്താൻ കയറും. ഞാൻ 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 ചെയ്യുന്നു. ഇതന്നല്ലേ ലൂസിഫറും പറഞ്ഞേ. എടാ, നീയാണോ ചെയ്യുന്നത്? നമ്മോടുകൂടെയുള്ള ദൈവകൃപ എത്രയേ ചെയ്തു. ഇനി ഞാൻ ദൈവമക്കളോട് പറയട്ടെ, ഞാൻ ആരെ സ്പർശിക്കുന്നു? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്. നിൻ്റെ വീട് നോക്കി പോലും എൻ്റെ വീടെന്ന് പറയല്ലേ. പറയോ അച്ഛാ? പറയാൻ നോക്കൂ. എൻ്റെ കാറ്, എൻ്റെ പണം, വീട് നോക്കിയും കാറ് നോക്കിയും കുഞ്ഞുങ്ങളെ നോക്കിയൊന്നും എൻ്റേതെന്ന് പറയരുത്. എൻ്റെ ദൈവം എനിക്ക് നൽകിയത്. ബൗദ്ധം എൻ്റെ ദൈവത്തിനായിരിക്കണം. എവിടെ പൊക്കമുണ്ടാകുമോ, എവിടെ നീളമുണ്ടാകുമോ, എവിടെ അഹങ്കാരം കയറുമോ അവിടെ പിശാച് കയറും. അഹങ്കാരം ലൂസിഫറിനെ പിശാചാക്കി മാറ്റി. അല്ലേ? അത്യുന്നതന് മീതെ ഞാൻ കയറും. ഈ അഹങ്കാരത്തേക്കൊരു ഡെഫിനിഷൻ ഞാൻ പറയാം. എനിക്കറിയാൻ നിർത്താറായിരുന്നു. എന്താണെന്നറിയാവോ? നമുക്ക് തന്നെ വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയാത്തതും മറ്റുള്ളവർ നോക്കുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയുന്നതുമായ ഒരു സ്വഭാവമാണെന്ത്? അഹങ്കാരം. അഹങ്കാരികളെല്ലാം ചോദിക്കുക, ഞാൻ അഹങ്കാരിയാണോ? ഒട്ടും അഹങ്കാരമില്ല. എനിക്ക് തന്നെ പെട്ടെന്ന് പിടികിട്ടാത്തതും നമുക്ക് തന്നെ പെട്ടെന്ന് പിടികിട്ടാത്തതും നമ്മുടെ പ്രകൃതം കൊണ്ടും സംസാരം കൊണ്ടും നോട്ടം കൊണ്ടും മറ്റുള്ളവർക്ക് പറഞ്ഞാ പെട്ടെന്ന് അവൻ അഹങ്കാരിയാ. പൊങ്ങരുത്. ദൈവം തന്നെ ഉപയോഗിക്കുന്നെങ്കിൽ കൃപയാ. പാടാൻ കഴിഞ്ഞെങ്കിൽ കൃപയാ. പ്രസംഗിക്കാൻ കഴിഞ്ഞെങ്കിൽ കൃപയാ. മെസ്സേജ് കിട്ടിയ കൃപയാ. ഞാൻ 4 പതിറ്റാണ്ട് കൃപയാൽ ഈ പുസ്തകം കൊണ്ട് നിൽക്കുക. ഞാൻ കഴിഞ്ഞ ചില ആഴ്ച മുമ്പ് നിങ്ങൾ കണ്ടു കാണും, ഈ കുവൈറ്റിലായിരുന്നു മീറ്റിംഗ്. വന്നിട്ട് ഇറങ്ങി പിറ്റേ ദിവസം എനിക്ക് ബാംഗ്ലൂർ പോകണമായിരുന്നു. നിങ്ങൾ ചിന്തിച്ച് ഇത്രയും ഇപ്പം തന്നെ ഈ രാവിലെ എപ്പോൾ ഇറങ്ങിയാണെന്നറിയാം ഇവിടെ വരാൻ. ഇത് ഇന്നലെയും തുടങ്ങിയതാണോ?
കഴിഞ്ഞ ദിവസം പത്തനംതിട്ട എൻ്റെ കൂടെ വരുന്ന സഹോദരൻ അറിയാം, ഓടിച്ച് മടുക്കുക, കൂടുതൽ വണ്ടിക്കകത്ത. പത്തനംതിട്ടയെ പ്രസംഗിച്ചിട്ട് ചാത്തന്നൂർ രാത്രി പ്രസംഗിച്ചു, രാവിലെ കോതമംഗലം. പോയ കാര്യം പറയാനൊന്നുമല്ല, അങ്ങനെ ഒത്തിരി ഓടാനുണ്ട്. ഇത്രയും നേരം യാത്ര ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് ഇതുപോലെ നിൽക്കാവോ? കൃപയാ, കൃപയാ. ശബ്ദം തന്നില്ലേ, പോയില്ലേ? ഞാൻ പറയുമ്പോൾ ഞാൻ ബാംഗ്ലൂർ പ്രസംഗിക്കാൻ പോയി, ഇത്രയും യാത്ര ചെയ്തില്ല. ഫ്ലൈനിൽ ചെന്ന് താഴെ ഇറങ്ങിയിട്ട് അന്ന് രാത്രി പിറ്റേ ദിവസം പ്രസംഗമാണ്. രാത്രി എനിക്ക് ട്രാൻസ്ലേഷൻ, എനിക്ക് ആ വെള്ളം കൊണ്ട് എൻ്റെ പാസ്റ്റർ ഒഴിച്ചു വെച്ചുകൊണ്ടിരുന്നത് എനിക്കറിയാം, പാസ്റ്റർക്ക് അറിയാം, ഒഴിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഉച്ചവാഷിനിയും ചൂടുവെള്ളവും. പക്ഷേ എനിക്ക് കൊണ്ടുവന്ന ഒരു ഫ്ലാസ്ക് വെള്ളം ട്രാൻസ്ലേഷൻ ചെയ്ത പുള്ളി അങ്ങ് തീർത്തു. പുള്ളിയുടെ തൊണ്ടയടയ്ക്കുന്നു, വെപ്രാളപ്പെടുന്നു, ശബ്ദവും എല്ലാം പോയി. പുള്ളിയുടെ കുഴപ്പമല്ല, ആത്മശക്തി നമ്മളങ്ങോട്ട് നിൽക്കുമ്പോൾ അതിനോട് വരാനൊക്കുന്നില്ല. അതാണ് അഭിഷേകത്തിൻ്റെ പ്രത്യേകത. നല്ലൊരു പാട്ട് പാടി അഹങ്കരിക്കരുത്. പലരും വീണതവിടെ. നന്നായി പ്രസംഗിക്കാൻ കഴിഞ്ഞാൽ അഹങ്കരിക്കരുത്. വെളിപ്പാടും ദൂതും നിനക്ക് കിട്ടിയെങ്കിൽ അഹങ്കരിക്കരുത്. നീ പ്രാർത്ഥിച്ചൊരു രോഗി സൗഖ്യമായെങ്കിൽ അഹങ്കരിക്കരുത്. നിൻ്റെതല്ലിത്, കൃപയാൽ സൗജന്യമായി കിട്ടി. ഞാൻ എൻ്റെ എന്ന പദം ഒരിക്കലും ഉപയോഗിക്കരുത്. ഞാൻ ഒരു വാക്ക് കടത്തി പറയും. ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെ മക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ എല്ലാം കൂടി ഉള്ളിൽ കയറണം. നിനക്ക് പെർഫോം ചെയ്യാനുള്ള ഇടമല്ലത്, നിനക്ക് ആളാകാനുള്ള ഇടമല്ലത്, നിന്നെ ഉയർത്താനുള്ള ഇടമല്ലത്, നിൻ്റെ വീണ്ടെടുപ്പുകാരനെ ഉയർത്താനുള്ള ഇടമാണ്. ഒന്നുകൂടെ പറഞ്ഞു തരാം, എപ്പോഴും പറയാനൊക്കെ ഇല്ലല്ലോ. ദൈവം നിന്നെ ഉയർത്തും തോറും കർത്താവിൻ്റെ കാൽപാദത്തിൽ വീട് കൊള്ളണം. നമുക്കെന്തോ പ്രശംസിക്കാനുള്ളത്? ഞാനെപ്പോഴും ചിന്തിക്കും, ഇങ്ങനെ എഴുന്നേറ്റ് ഇവിടെ നിൽക്കുന്ന ഒരു കൃപയാണ്. എനിക്ക് ചിലപ്പം വേച്ചു പോകുന്നതായിട്ട് തോന്നിപ്പോകാറുണ്ട്. അത്രമാത്രം ശരീരക്ലേശങ്ങളുള്ള ആളാണ് ഞാൻ. നിൽക്കുന്നത് കൃപയാ. ശബ്ദം എത്രയോ തരുന്നത് കൃപയാ. തീർന്നില്ലേ? ശബ്ദമില്ലേ? 2025 ഡിസംബറും ഒക്കെ കഴിഞ്ഞ് പ്രോഗ്രാം കൊടുത്തിട്ട് നിൽക്കുന്നതെന്നാ ഞാൻ. ലോകരാജ്യങ്ങളിൽ ദൈവം എഴുന്നേൽപ്പിച്ചൊരു പനി വന്നാൽ തീർന്നില്ലേ? ഇല്ലേ പാസ്റ്ററെ? പ്രോഗ്രാം അടിച്ചു, ലൈവ് കാര്യങ്ങളും ചെയ്തു, പെന്തല് വിട്ടു, എഴുന്നേറ്റ് പൊങ്ങിയില്ല. നീ അങ്ങനെ അവിടെ ചെന്ന് നിൽക്കുന്നേ? ഒന്നും പ്രശംസിപ്പാനില്ല. എന്തുകൊണ്ട് കേരളത്തിൽ, ഇന്ത്യയിൽ ഒരു യോഗിച്ചോ ഉണ്ടാകുന്നില്ല, ഒരു ബോങ്ക ഉണ്ടാകുന്നില്ല? നിങ്ങൾ കാണുന്നവരൊന്നും അതിൻ്റെ അവരുടെ ഏഴേലത്ത് വന്നിട്ടില്ല. കാരണം ഇതാ, ആരെയും ദൈവം ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അവനെ പൊക്കാൻ തുടങ്ങും. എല്ലാവരും അവൻ്റെ പുറകിന് പോവും. ദൈവത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്നൊന്നും ദൈവം അധികാലം വെച്ചുകൊണ്ടിരിക്കില്ല. ശ്രദ്ധ നിന്നിലേക്കാകരുത്, ക്രൂശിക്കപ്പെട്ടവനിലേക്ക് ശ്രദ്ധ വരും. ഇതൊക്കെ മർമ്മങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പത്രോസിനെ സാത്താനെ എന്ന് വിളിച്ചു. സാത്താൻ കയറിയെങ്കിൽ ആരിലും കയറും. പക്ഷെ മാനസാന്തരപ്പെട്ടോണം, മടങ്ങി വരണം. സാത്താനെ എന്ന് വിളിച്ചപ്പം എന്നാൽ പിന്നെ വെട്ടിയും മടക്കി പോയായിരുന്നല്ലോ. എൻ്റെ ശാസനയ്ക്ക് തിരിഞ്ഞു വന്നാൽ എൻ്റെ മനസ്സ് ഞാൻ പൊഴിച്ചു തരും. അവൻ തിരിഞ്ഞു വന്ന പത്രോസ് കരഞ്ഞവനെ ദൈവം ഉപയോഗിച്ചു. 1000 കീഴടക്കി, സ്നാനപ്പെടുത്തി. ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാം. ഫിലിപ്പോസ് തഴയപ്പെട്ടവൻ, ഒതുക്കപ്പെട്ടവനെ ദൈവം സിംഹന്റെ പട്ടണം അയച്ചു. കൺക്ലൂഡ് ചെയ്യട്ടെ. അവൻ ആ പട്ടണത്തിൽ പോയി. വായിച്ചോ, 4 പെട്ടെന്ന് വായിച്ചോ, 4 മുതൽ വായിച്ചു, 8 4 മുതൽ പെട്ടെന്ന് വായിച്ചാട്ട്. യെസ്. ആ ആ ആ കണ്ടോ, വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. പിന്നെ ആ പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടായി. പട്ടണം ഇളകുന്ന ശുശ്രൂഷ ചെയ്തു. പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യേണ്ടതുകൊണ്ടാണ് 9 മുതൽ വാക്യങ്ങൾ വായിച്ചത്. നമുക്ക് പറഞ്ഞു നിർത്തണമല്ലോ. 8-9 വായിച്ച്. എന്നാൽ ശിമോൻ എന്നുള്ള പുരുഷൻ ആഭിചാരം ചെയ്ത് അടുത്തത് ആ അതുവരെ 2 സ്ഥാനമേറ്റ് ചേർന്നു. വലിയ വീര്യപ്രവർത്തികളും അടയാളം നടക്കുന്ന കണ്ട് ഭ്രമിച്ചു. അത് വായിക്കാൻ വേണ്ടി അത്രയും വായിപ്പിച്ചത്. 2 അവൻ ഭ്രമിപ്പിച്ചു. അവൻ ആരെ ഭ്രമിപ്പിച്ചുകൊണ്ടിരുന്നു? ശമര്യ ജാതിയെ മുഴുവൻ വറപ്പിച്ചുകൊണ്ടിരുന്നൊരു മന്ത്രവാദിയായിരുന്നു. ആര്? ശിമോൻ.
എന്നാൽ പീലിപ്പോസ് എന്ന സാധാരണക്കാരൻ, അഭിഷേകമുള്ളവൻ, ദൈവകൃപയുള്ളവൻ, ആ പട്ടണത്തിൽ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അതുവരെ ജനത്തെ വിറപ്പിച്ചവൻ ഇപ്പോൾ അവന് വിറയലായി. ഇന്ന് രാവിലെ ഇവിടെ വന്ന് ദൈവമക്കളോട് പറയാം, നീ മന്ത്രവാദിയെ കണ്ട് വിറയ്ക്കരുത്, മന്ത്രവാദി നിന്നെ കണ്ട് വിറയ്ക്കണം. നീ ആഭിചാരകനെ കണ്ട് വിറയ്ക്കരുത്, ആഭിചാരകൻ നിന്നെ കണ്ട് വിറയ്ക്കണം. നീ ശുദ്രക്കാരനെ കണ്ട് വിറയ്ക്കരുത്, ശുദ്രക്കാരൻ നിന്നെ കണ്ട് വിറയ്ക്കണം. ശക്തിയോടെ കൈയടിച്ച് വാതുറന്ന് ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ട് പറ, നിന്നെ കണ്ടവൻ വിറയ്ക്കണം. ഞാൻ വടക്കേണ്ടിയിലെ ഒരു വട്ടം ദൈവദാസന്മാർക്ക് ക്ലാസ് എടുക്കുകയായിരുന്നു. ഞാൻ ആ ദൈവദാസന്മാരോട് പറഞ്ഞു, ദൈവദാസന്മാരെ നിങ്ങൾക്കറിഞ്ഞുകൂടാ, നിങ്ങൾ ഈ വഴിയിലൂടെ പോകുമ്പോൾ, അവിടെ വടക്കേണ്ടിക്കാരോട് മാത്രമല്ല നിങ്ങളോട് ഞാൻ പറയാം, ദൈവമക്കളോട് പറയാം, പാസ്റ്റർമാരോട് മാത്രമല്ല, നിങ്ങൾക്കറിഞ്ഞുകൂടാ, നിങ്ങൾ ഈ വഴിയിലൂടെ ഇടവഴിയിലൂടെ പോകുമ്പോൾ ഈ ജംഗ്ഷനിലും ഒക്കെ വെച്ചിരിക്കുന്ന വെച്ചുപൂജകൾ, അന്ധകാര ശക്തികൾ നീ കടന്നു പോകുമ്പോൾ അവിടെ നിന്ന് വിറയ്ക്കുകയാ. നിനക്കറിഞ്ഞുകൂടാ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി. ഇന്ന് രാവിലെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയാം, നമ്മോടുകൂടെ ഉള്ളവൻ അവരോടുകൂടെ ഉള്ളവരെക്കാൾ വലിയവനാകുന്നു. വലിയവനാകുന്നു. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി നിനക്കറിഞ്ഞുകൂടാ. നീ വഴിയിലൂടെ പോകുമ്പോൾ നിന്റെ തൊട്ടടുത്തുള്ള വെച്ചുപൂജകൾ, അന്ധകാര വ്യാപാരങ്ങൾ നീ നടന്നു പോകുമ്പോൾ വിറയ്ക്കുക. കാരണം നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം അവനേക്കാൾ വലിയ അഭിഷേകമാ. ശക്തിയോടെ കരമടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചു. ആത്മനിറവിൽ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ആ ശക്തിയാണ് ഇവിടെ വെളിപ്പെടേണ്ടത്, ആ കൃപയാണ് ഇവിടെ വെളിപ്പെടേണ്ടത്, ആ അഭിഷേകമാണ് ഇവിടെ വെളിപ്പെടേണ്ടത്. ഞാൻ പറയുന്ന വാചകം ദൈവമക്കൾ ഒന്നിച്ചു പറയുക. നിങ്ങളുടെ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാട്ട് ഞാൻ പറയുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നിച്ചു പറയുക, നമ്മോടുകൂടെ ഉള്ളവൻ. ഉറക്കെ പറ, നമ്മോടുകൂടെ ഉള്ളവൻ അവരോടുകൂടെ ഉള്ളവരെക്കാൾ വലിയവനാകുന്നു. ശക്തിയോടെ പറ, വലിയവനാകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മോടുകൂടെ ഉള്ളവൻ ഏകവചനം, അവരോടുകൂടെ ഉള്ളവർ ബഹുവചനം. അവരോടുകൂടെ ഒത്തിരി ആളുണ്ട്, നിന്റെ കൂടെ ഒരുത്തനേ ഉള്ളൂ. അവരോടുകൂടെ 330 കോടിയുണ്ട്, എന്നാൽ നിന്റെ കൂടെ ഒരുവനേ ഉള്ളൂ. ഓ, നിന്നോടുകൂടെയുള്ള ഒരുവൻ അവരോടുകൂടെയുള്ള 330 കോടിയേക്കാൾ വലിയവനാ. സകല രാജാക്കന്മാർക്കും മഹോന്നതനായവൻ, ഭയപ്പെടാൻ യോഗ്യൻ, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, താൻമാർത്യ അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, നിന്നോടുകൂടെയുള്ള ഒരുവൻ. ഓ, അവരോടുകൂടെ ഉള്ള 330 കോടിയേക്കാൾ വലിയവൻ. ശക്തിയോടെ കരമടിച്ച് അന്യഭാഷ സ്തോത്രം പറ. മഹോന്നതൻ, അത്യുന്നതൻ, ജാതികളുടെ രാജാവെ ആർ തന്നെ ഭയപ്പെടാതിരിക്കും. എപ്പോഴും ചിന്ത വേണം. നീ അവനെയൊന്നും കണ്ട് ഭയപ്പെടരുത്. മൂക്കി ശ്വാസമുള്ള ഒരുത്തരെയും കണ്ട് ഭയപ്പെടരുത്. കർത്താവിനെ ഭയപ്പെട്ടോണം. ഒരു നേതാവിനെയും കണ്ട് ഭയപ്പെടരുത്. ബഹുമാനമൊക്കെ കൊടുത്തു, അമിത ഭയം പാടില്ല. നീ ആരുടെ അടിമയാകരുത്. ആരുടെ മുമ്പിൽ തലച്ചോറ് പണയം വെക്കരുത്. ആരുടെ മുമ്പിൽ നട്ടല് കുണിക്കരുത്. കാരണം നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ള ദൈവമാണ്. നിന്റെ ദൈവം വലിയവനാണ്. വേദോസ് ഒരു വാക്യമുണ്ട്, അവരെല്ലാം ഒന്നിച്ചു നിൽക്കട്ടെ, വിഗ്രഹാരാധന ഒന്നിച്ചു നിൽക്കട്ടെ, പക്ഷെ ലജ്ജിച്ച് അമ്പരന്നു പോകും. 50,000 എണ്ണം നിനക്കെതിരെ നിന്നാലും നീ തന്നെ അല്ല, നിന്റെ കൂടെ മഹോന്നതനായവനുണ്ടെങ്കിൽ അവർ ജയിക്കില്ല. ചേപ്പരുന്ന് മറ്റൊരു വാക്യമുണ്ട്, ഞാൻ മന്ത്രവാദിയുടെ മന്ത്രതന്ത്രങ്ങൾ ഇല്ലാതെയാക്കും, ഞാൻ ശകുനവാദിയുടെ ശകുനതന്ത്രങ്ങളെ മടക്കി അയക്കുമെന്ന്. എനിക്കത് വലിയ സന്തോഷം തരുന്നതാ. നീ അതൊന്നും കണ്ട് പേടിക്കല്ലെന്ന് വീണ്ടും പരിശുദ്ധാത്മാ പറയുക. മടക്കി അയക്കുമെന്ന് പറഞ്ഞാൽ നീ അറിയാതെ തന്നെ ഇവ എവിടെ നിന്ന് വന്നോ അവിടേക്ക് എൻ്റെ ദൈവം മടക്കി അയച്ചു കളയും. ശക്തിയോടെ കരമടിച്ച് സ്തോത്രം പറ. മടക്കി അയക്കും. ഞാൻ പാസ്റ്ററോട് പറഞ്ഞാൽ 1 മണിക്ക് നിർത്താമെന്ന്, പക്ഷേ ദൂത് മുമ്പോട്ട് പോവാം. വർദ്ധ്യം എന്തായാലും എന്താ പറയുക, ഈ പറവോൻ എൻ്റെ മുമ്പിൽ മോശ ചെന്നു.
മോശ നിന്നപ്പോഴേ ഫറവോൻ്റെ മോശയുടെ വടി താഴെയിട്ടപ്പോൾ എന്തായി മാറി? സർപ്പമായി മാറി. അപ്പം മന്ത്രവാദികളെ വിളിച്ചിട്ട് ചോദിച്ചുവിടാ, ഇത് കണ്ടോ? എല്ലാവരെയും വിളിച്ചെന്നാ, സകല മാഭിചാരകനെയും മന്ത്രവാദിയും വിളിച്ചിട്ട് പറഞ്ഞു, മോശ താണ്ടാ വടി സർപ്പമാക്കിയേക്കുന്നു, വരിയിടാന്ന് പറഞ്ഞു. എല്ലാവരും വന്നു. അവന്മാരുടെ എല്ലാം വടി എത്ര എണ്ണം വന്നെന്ന് എഴുതിയേക്കുന്നത് അറിയില്ല. കാരണം അതിൽ എഴുതിയിരിക്കുന്ന സകലം അല്ലേ, ആ ദേശത്ത് വിളിപ്പുറത്ത് വരുന്നവനെ എല്ലാം വിളിച്ചു. കുറഞ്ഞ പക്ഷം എത്ര എണ്ണം വന്ന് കാണും? കുറഞ്ഞ പക്ഷം എന്തേലും ഒന്ന് പറ. എത്ര എണ്ണം? ഒരു 500 എണ്ണം കൂട്ടും അല്ലേ? ഒരു 500 എണ്ണം വന്നു. നമ്മുടെ ഭവനെ അങ്ങ് പറയാം. അവിടെ മുഴുവൻ അവന്മാരെ ഉള്ളല്ലോ. വന്നു. മോശയുടെ വടിയിട്ടപ്പം പാമ്പായി. അവന്മാരും വടിയിട്ട് എന്തായി? പാമ്പായി. എന്നാൽ മോശയുടെ വടി നീ 500 എണ്ണത്തെ വിഴുങ്ങി. നിന്നോടുകൂടെ ഉള്ളവൻ അവനോടുകൂടെ ഉള്ളവനേക്കാൾ വലിയവനാണ്. നീ എന്തുകൊണ്ടാ പേടിക്കുന്നേ? ശക്തിയോടെ കൈയടിച്ച് പറ, എന്നോടുകൂടെ ഉള്ളവൻ അവനോട് ഉള്ളവനേക്കാൾ വലിയവൻ. പൗലോസ് എഫെസോസിൽ എത്താതിരിക്കാൻ പിശാച് നോക്കി. പക്ഷെ പൗലോസിനെ എഫെസോസിൽ നിർത്തി. എഫെസോസ് ദോവിൽ നിന്ന് വീണ് കിട്ടിയ ഒരു രാജ്ഞി ഉണ്ട്, ഒരു ദേവിയുണ്ട്. എന്താ അവളുടെ പേര്? അർത്തമീസ് മഹാദേവി. അവളുടെ സ്ഥലമായിരുന്നു, അവളുടെ വാഴ്ചയുടെ സ്ഥലമായിരുന്നു. ഒരുത്തനെ അവൾ അടുപ്പിക്കത്തില്ല. നമ്മൾ വായിക്കുന്നത് അസാധാരണമായ അന്ധകാര വ്യാപാരമുള്ളിടത്ത് ഈ അഭിഷേക്തൻ ചെന്നിന്നപ്പോൾ അസാധാരണമായ ദൈവശക്തി അദ്ദേഹമേൽ വ്യാപരിച്ചു. അദ്ദേഹത്തിൻ്റെ തൊങ്ങൽ തൊട്ടവൻ സൗഖ്യമായി, റുമാലിട്ടാൽ സൗഖ്യമായി. പൗലോസിൻ്റെ ടവലിൽ ദൈവശക്തി വ്യാപരിച്ചെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ശുദ്ധീകരണം പ്രാപിച്ച അവൻ്റെ വരവ് കാത്തിരിക്കുന്ന നീ സമർപ്പിച്ചു കൊടുത്താൽ നിന്റെ മേൽ ശക്തി വ്യാപരിക്കില്ലേ? വെറുതെ അന്യഭാഷയും പറഞ്ഞ് കൈയടിച്ച് പോകാതെ അവൻ്റെ അമിത ശക്തിക്കായി ഏൽപ്പിക്കപ്പെട്. എല്ലാവരും ചാടി എഴുന്നേറ്റ്, എല്ലാവരും എഴുന്നേറ്റ് എന്നേ കൈയടിച്ചോട്ടെ. ശക്തിയോടെ ആത്മനിറവിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, ഒരു അസാധാരണ കൃപയ്ക്കായി എന്നെ ഒരുക്കണമേ, അസാധാരണ ശക്തിക്കായി ഒരുക്കണമേ, ശക്തി പുതുക്കപ്പെടും ദിനമാക്കി ഇത് മാറ്റണമേ, അഭിഷേകത്താൽ നിറയുന്ന കാലമാക്കി എന്നെ മാറ്റണമേ. കർത്താവേ, നിന്റെ കൃപ എന്മേൽ തരണമേ. കൈയൊന്ന് അടിച്ച് സ്തോത്രം പറഞ്ഞാട്ട്, കർത്താവേ അമിതമായി ശക്തി എന്മേൽ പകരണമേ. ഇന്ന് പകൽ എന്നെ സമർപ്പിക്കുന്നു. ഞാൻ സാധാരണക്കാരനാ, എന്നെ നിന്റെ കൃപയാൽ നിറയ്ക്കണേ. ആള് മാറിയവനെ പോലെ ഞാൻ ആകണോപ്പാ. എന്നെ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു പറയുന്നവർ കൈ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. കർത്താവേ, എന്നെ സമർപ്പിക്കുന്നു, എന്നെ വ്യത്യസ്തനാക്കണമേ. ആത്മനിറവിൻ്റെ സകല നിറവും എൻ്റെ മേൽ പകരണമേ, എൻ്റെ ശരീരത്തിൽ പകരണമേ. ഇതിനകത്തു ഞാൻ ഇറങ്ങുന്നത് ഒരു വിടുതലോടെയാകണമേ. കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വിടുതലുകൾ സംഭവിക്കണമേ. എന്നെ വ്യത്യസ്തനാക്കണേ. കർത്താവെ, നിന്റെ ജനത്തെ അവിടുത്തെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. നിന്റെ ശക്തി അവിടെ മേൽ വ്യാപരിപ്പിക്കണമേ. കർത്താവെ, നിന്റെ കര അവരെ തൊടണമേ. ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ സൗഖ്യമാക്കണമേ. നിരാശയോടെ വന്നെങ്കിൽ വിടുതലോടെ മടങ്ങട്ടെ. കർത്താവെ, നിന്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. വ്യത്യസ്തമായ ശുശ്രൂഷ വെളിപ്പെടട്ടെ. കർത്താവെ, അവരെ അനുഭവിക്കുന്ന വെല്ലുവിളിയുടെ മേൽ, അവരുടെ കുടുംബം അനുഭവിക്കുന്ന വെല്ലുവിളിയുടെ മേൽ, അവരുടെ തലമുറ അനുഭവിക്കുന്ന വെല്ലുവിളിയുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ജയം കൽപ്പിക്കുന്നു. നിന്റെ കരവരെ തൊട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ